Good morning. Good morning, ma'am. Okay. Good morning, ma'am. Okay. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ മിസ്സിന്റെ അടുത്ത് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ സൂചിപ്പിച്ചെന്ന് പറഞ്ഞു. അപ്പം മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഇന്ന് എടുക്കാം കേട്ടോ. ഞാൻ HAS ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ആ ഒരു ചാപ്റ്റർ അപർണ മിസ്സും ആതിര മിസ്സും കൂടെ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് എടുത്തു തരും കേട്ടോ. ഞാൻ ഇന്നലെ ഒരു പേജ് 2 പേജ് അങ്ങോട്ട് ഞാൻ അതിനകത്ത് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മിസ് എന്നോട് പറഞ്ഞു അത് എടുക്കണ്ടാതെ അവര് ഷെയർ ചെയ്ത് എന്നോട് ഈ ഒരു ചാപ്റ്റർ എടുക്കാനാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത് തുടങ്ങാം കേട്ടോ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇത് സോളി മിസ് ഒരു 3 പറഞ്ഞു എന്ന് പറഞ്ഞു, അത് വീണ്ടും പറയണോ, അത് റിപ്പീറ്റ് ചെയ്യണോ, എന്താണ് വേണ്ടതെന്ന് പറയാമോ നിങ്ങള്? തുടക്കം തൊട്ട് പറയണോ? എന്താണെന്ന് പെട്ടെന്നൊന്ന് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാമായിരുന്നു. പറയാമോ? ഓക്കെ, അത് ആദ്യം എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടക്കം തൊട്ട് നോക്കാം അല്ലേ? ഓക്കെ, ശരി, അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. നമുക്ക് അധികം സമയം നമുക്ക് കളയാനില്ല, അതുകൊണ്ട് അത് പോർഷൻസ് എടുത്ത് വെക്കേണ്ട ഒരു തിരക്കുള്ളത് കൊണ്ടാണ് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് വെച്ചത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ, ഓൾ മ്യൂട്ട് ചെയ്യാനേ. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു ചാപ്റ്റർ മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ മെഡിക്കൽ എക്യുപ്മെന്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഇതില് എളുപ്പമാണ്, ഇത് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഒരു 43ഓളം മെഡിക്കൽ എക്യുപ്മെന്റ്സ് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിന്റെ പിക്ചർ അടക്കം നിങ്ങളുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓരോ മെഡിക്കൽ എക്യുപ്മെന്റ്സും എന്തിന് യൂസ് ചെയ്യുന്നു അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. അതിനകത്ത് അതാണ് കൊടുത്തേക്കുന്നത്, എന്തിനാണ് ഓരോ എക്യുപ്മെന്റിന്റെ പേര് കേൾക്കുമ്പോൾ അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അങ്ങനെയാണ് അതിന്റെ ക്വസ്റ്റ്യൻ വരുന്നത്. അതിന്റെ പിക്ചർ വന്നിട്ട് ക്വസ്റ്റ്യൻ വരാറില്ല പൊതുവെ. സാധാരണ എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത് കേട്ടോ. പിന്നെ മാത്രമല്ല നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് ഇത്തരം എക്യുപ്മെന്റുകളെ കുറിച്ചൊക്കെ ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം മെഡിക്കൽ എക്യുപ്മെന്റ് കേട്ടോ. അപ്പൊ നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള മെഡിക്കൽ എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അതായത് ചികിത്സയ്ക്ക് അല്ലെ, ചികിത്സയ്ക്ക് മാത്രമല്ല അതുപോലെ തന്നെ രോഗനിർണയത്തിനും അല്ലെ, രോഗനിർണയത്തിനും പിന്നെന്താണ് അത് തന്നെ ഡയഗ്നോസിസ് ചികിത്സയ്ക്കും പിന്നെന്താണ് നമുക്ക് ഒരു പരിക്ക് അല്ലെങ്കിൽ അസുഖം മൂലം ഉണ്ടാവുന്ന റീഹാബിലിറ്റേഷൻ പർപ്പസിനും അല്ലെ, അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള മെഡിക്കൽ എക്യുപ്മെന്റുകൾ ഉപയോഗപ്പെടുത്തുന്നത്. അറിയാലോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ വായിക്കാം കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. മെഡിക്കൽ അപ്പാരറ്റസ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡെഫിനിറ്റ് പർപ്പസ് ആൻഡ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് ഓർ റീഹാബിലിറ്റേഷൻ ഫോളോയിങ് ഡിസീസ് ഇൻ ഇഞ്ചുറി അല്ലെ, നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ ചികിത്സ, ഡയഗ്നോസിസ്, അതുപോലെ തന്നെ പല റീഹാബിലിറ്റേഷൻ പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള മെഡിക്കൽ എക്യുപ്മെന്റുകൾ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി നോക്കൂ. ഇറ്റ് ക്യാൻ ബി ഐദർ യൂസ്ഡ് സിംഗിളി ഓർ conjointly with any accessory, consumable or other piece of medical apparatus. അപ്പൊ പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒന്നില്ലെങ്കിൽ നമ്മൾ സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാം, ഒറ്റയ്ക്ക് നമുക്ക് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപകരണങ്ങളുടെ ഭാഗമായിട്ട് അതിന്റെ ഒരു കമ്പോണന്റ് എന്നുള്ള രീതിയിലും എന്തുപയോഗിക്കുന്നുണ്ട്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ചില മെഡിക്കൽ എക്യുപ്മെന്റ് നമുക്ക് സിംഗിൾ ആയിട്ട് ഉപയോഗപ്പെടുത്തും, മറ്റു ചിലത് എന്താണ് മറ്റുള്ള അപ്പാരറ്റസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന്റെ കമ്പോണന്റ് ആയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തും. അങ്ങനെയുള്ള കുറച്ച് എക്യുപ്മെന്റുകളൊക്കെ നമ്മൾ ഇനി പരിചയപ്പെടുന്നുണ്ട്. കുറേ എക്യുപ്മെന്റുകളൊക്കെ നിങ്ങൾക്ക് ഒരുവിധം പരിചയമുള്ള എക്യുപ്മെന്റുകളാണ് കേട്ടോ. ചിലത് മാത്രമാണ് നമുക്ക് അത്രയധികം ഫെമിലിയർ അല്ലാത്ത കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ, കൂടുതലും നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഡീഫിബ്രിലേറ്റർ ആണ് കേട്ടോ. എന്താണ് ഡീഫിബ്രിലേറ്റർ? ഡീഫിബ്രിലേറ്ററിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ്? ആംബുലൻസ് സർവീസിനകത്ത് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. എന്താണ് ഡീഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞാല്? ഡീഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞാല് നമ്മളൊരു ഇലക്ട്രിക് ഷോക്ക്, ഓക്കെ, ഒരു ഇലക്ട്രിക് ഷോക്ക് നമ്മൾ എന്താണ് ഹാർട്ടിലോട്ട് അയച്ചുകൊണ്ട്
ആ ഹൃദയമിടിപ്പ് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. എന്താണ് ഡീഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞാല് നമ്മളൊരു എന്ത് കൊടുക്കാണ്, അവിടെ ഒരു ഇലക്ട്രിക് ഷോക്ക് ആണ് കൊടുക്കുന്നത്. ഒരു വൈദ്യുത ഷോക്ക് നമ്മൾ എവിടേക്ക് അയക്കുകയാണ്, ഹാർട്ടിലേക്ക് അയച്ചിട്ട് ആ ഹൃദയ സ്പന്ദനം അല്ലെ, ആ ഒരു പഴയ ഹൃദയമിടിപ്പ് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാം. Defibrillators are the equipment that bring back a normal heartbeat by sending an electric pulse shock to the heart. Underline ചെയ്ത് വെക്കേണ്ടത് ഇങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ. എന്താണ് ഡീഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞാല്, നമ്മൾ ഒരു ഇലക്ട്രിക് ഷോക്ക് ഹാർട്ടിലേക്ക് അയച്ചുകൊണ്ട് നമ്മുടെ ഹൃദയമിടിപ്പ് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റിനെയാണ് നമ്മൾ ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, Okay, various types of defibrillators work in different ways. അതായത് ഡീഫിബ്രിലേറ്റേഴ്സ് തന്നെ പല ടൈപ്പ് ഡീഫിബ്രിലേറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ 2-3 ടൈപ്പ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഡീഫിബ്രിലേറ്റേഴ്സ് പലതരത്തിലുള്ള ഡീഫിബ്രിലേറ്റേഴ്സ് ഉണ്ട് കേട്ടോ. നോക്കാം, ഒരെണ്ണമാണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റേഴ്സ് അഥവാ AFD. അപ്പൊ നിങ്ങൾ അതും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. AFDയുടെ ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആംബുലൻസിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ defibrillator എന്നാണ് ഇതിന്റെ എക്സ്പാൻഷൻ. പൂർണ്ണ രൂപം അതാണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. Which are commonly seen in many public spaces are used to save the lives of people who experience a cardiac arrest. അതായത് ഇവർ പറയുന്നത് ഈ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റേഴ്സ് ഒക്കെ ചില പബ്ലിക് പ്ലേസിൽ വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല, പക്ഷെ ചില റെയിൽവേ സ്റ്റേഷൻ, ചില എയർപോർട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്, പബ്ലിക് പ്ലേസിൽ ഉണ്ടാവാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് പോലെ എന്തെങ്കിലും ആളുകൾക്ക് എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വരികയാണെങ്കിൽ എന്ത് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക് പ്ലേസുകൾ, എല്ലായിടത്തും ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ, എങ്കിലും ചില പബ്ലിക് പ്ലേസിനകത്ത് ഈ AED ആണ് കേട്ടോ, AED ആണ് കേട്ടോ, AFD അല്ല കേട്ടോ, സോറി ഞാൻ പറയാൻ വിട്ടുപോയി, AF എന്നാണ് എഴുതിയിരിക്കുന്നത്, AF അല്ല കേട്ടോ, AED ആണ് കേട്ടോ. എക്സ്റ്റേണലിന്റെ E ആണ്, ഇവിടെ തെറ്റിയാണ് കൊടുത്തിരിക്കുന്നത്, AED ആണ് കേട്ടോ. ഓക്കെ, പറഞ്ഞത് നന്നായിട്ട് ഓർത്തില്ല, AED ആണ് കേട്ടോ, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. എക്സ്റ്റേണലിന്റെ E ആണ് കേട്ടോ, അവിടെ എസ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, തിരുത്തുക കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അതിന്റെ പിക്ചർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടല്ലോ, അപ്പൊ നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ഡീഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എക്യുപ്മെന്റ്. എന്താണ്, ഒരു ഇലക്ട്രിക് ഷോക്ക് ഹാർട്ടിലേക്ക് അയച്ചുകൊണ്ട് ഹൃദയസ്പന്ദനത്തിന് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഡീഫിബ്രിലേറ്റർ. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ട്, രാജാറാണി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? രാജാറാണി തമിഴ് സിനിമ, നസ്രിയയുടെ ഒരു മൂവിയാണ്, കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഓക്കെ, അതിനകത്ത് നസ്രിയനെ വണ്ടിയിടിച്ചു കഴിഞ്ഞിട്ട് അവർ കൊടുക്കുന്ന ഒരു സംഭവമില്ലേ, പെട്ടെന്ന് ഹൃദയസ്പന്ദനം, അതാണ് ആ സംഭവം കേട്ടോ, ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും. ഈ പിക്ചറിന് കണ്ടോ, ഇതാണ് ഇലക്ട്രോഡ് പാഡ്സ് കേട്ടോ. കണ്ടോ, ഈ ഒരു ഇലക്ട്രോഡ് പാഡ്സ് ഇവിടെ ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്, വായിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിലും വായിക്കാം. അത് എങ്ങനെയാണ് ഇതിന്റെ ഓപ്പറേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ടേൺ ഓൺ AED. ഓക്കെ, നമ്മുടെ എക്സ്റ്റേണൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് അറ്റാച്ച് ഇലക്ട്രോഡ് പാഡ്സ്, അതെ ഈ സംഭവമാണ് ഇലക്ട്രോഡ് പാഡ്സ്. ഇത് അറ്റാച്ച് ചെയ്യുന്ന രീതി നോക്കിയ ചിത്രത്തിൽ നോക്കി, ഒരെണ്ണം എവിടെയാണ്, റൈറ്റ് കൈയുടെ ഭാഗത്തായിട്ട്, മറ്റൊന്ന് നമ്മുടെ ഹാർട്ടിന്റെ അടിഭാഗത്ത്, ദാറ്റ് മീൻസ് നമ്മുടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട്. ഈ ഒരു രീതിയിലാണ് ഈ ഇലക്ട്രോഡ് പാഡ്സുകൾ അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, അറ്റാച്ച് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താണ്, AED അനലൈസ് ദ കാർഡിയാക് റിതം. അതായത് നമ്മുടെ ഹാർട്ടിന്റെ ആ ഒരു ബീറ്റ് കൃത്യമായിട്ട് AED അനലൈസ് ചെയ്തു. എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം പ്രസ് ദ ഷോക്ക് ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യണം. അപ്പൊ പ്രസ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഷോക്ക് നമ്മൾ എന്തിലേക്ക് കൊടുക്കുകയാണ്, ഹാർട്ടിലേക്ക് അയക്കുകയാണ്. അപ്പൊ ആ ഹാർട്ടിന്റെ ബീറ്റ് തിരികെ പോലെ, ചിലപ്പോൾ ഒറ്റ പ്രാവശ്യം ചെയ്തുകൊണ്ട് അത് കറക്റ്റ് ആവില്ല കേട്ടോ, ചിലപ്പോൾ 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴാണ് ആ ഒരു നിന്ന് പോകാൻ പോകുന്ന ഹാർട്ടിന്റെ ആ ഒരു റിതം നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇതാണ് ആ പിക്ചർ ഓർക്കുക, ഇതാണ് ഡീഫിബ്രിലേറ്റർ കേട്ടോ, ഇതാണ് 2 ഇലക്ട്രോഡ് പാഡ്സ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഡീഫിബ്രിലേറ്റർ പഠിക്കുക കേട്ടോ. AED ആണ് അതിന്റെ ഫുൾ ഫോം, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത്തെ എക്യുപ്മെന്റ് ആണ് തെർമോമീറ്റർ കേട്ടോ. തെർമോമീറ്റർ നമുക്ക് വളരെ പരിചിതമാണ് അല്ലെ. എന്താണ് തെർമോമീറ്റർ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, തെർമോമീറ്ററുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് 4 തെർമോമീറ്ററുകളാണ് അവിടെ കൊണ്ടുവരുന്നത്. 4 തെർമോമീറ്ററുകൾ, അതിനകത്ത് 3 ചിത്രം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കണ്ടോ, ഇങ്ങനത്തെ തെർമോമീറ്റർ, ഇതൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിക്കുന്ന തെർമോമീറ്റർ കണ്ടോ, ഗ്ലാസ് തെർമോമീറ്റർ.
ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഡിജിറ്റൽ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ചിലർ വാങ്ങിച്ചു വെക്കാറുണ്ട്. ഡിജിറ്റൽ തെർമോമീറ്റർ, ഓക്കെ, ഇങ്ങനെയുള്ള ഫോർ ഹെഡ് തെർമോമീറ്റർ, ഇതിന്റെ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് വായിക്കാം. ഒന്നാമത്തതാണ് ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ്. എന്താണ് ഡിജിറ്റൽ തെർമോമീറ്റർ കേട്ടോ? അതിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഗീവ്സ് ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് റിസൾട്ട്. ഏറ്റവും വേഗതയേറിയതും കൃത്യമായിട്ടുള്ള റിസൾട്ട് തരുന്ന തെർമോമീറ്റർ ആണിത്, ഡിജിറ്റൽ തെർമോമീറ്റർ. കണ്ടോ, ഇതൊരു ഡിജിറ്റൽ തെർമോമീറ്റർ ആണ് കേട്ടോ. എന്നുവെച്ചാൽ അത് ഓർത്ത് വെക്കാണ്ട് 4 പഠിക്കുന്നുണ്ട്. അതിനകത്ത് ഇറ്റ് ഗീവ്സ് ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് റിസൾട്ട് കേട്ടോ. ഡിജിറ്റൽ തെർമോമീറ്റർ ആണ് ഏറ്റവും വേഗത്തിലും ഏറ്റവും കൃത്യമായിട്ടുള്ള റിസൾട്ട് നമുക്ക് തരുന്നത്. ഏത് തെർമോമീറ്റർ ആണ്? ഡിജിറ്റൽ തെർമോമീറ്റർ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയേ, ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ. എന്താണ് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ? ഇയർ എന്ന് പറയുമ്പോൾ ഓർത്ത് ചെവിയാണ് അല്ലെ. ഇതിനെ വേറൊരു പേര് കൂടെ പറയും, അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ടിംപാനിക് തെർമോമീറ്റർ. എന്താണ് പറയാ? ടിംപാനിക് ഓർ ഇയർ എന്നാണ് കേട്ടോ. ഇവിടെ കാണുന്നതാണ് എഴുതി വെച്ചേക്ക്, കാണല്ല, സി അല്ലാട്ട് ഐ ആണ് കേട്ടോ. ഓക്കെ, ടിംപാനിക് ഓർ ഇയർ തെർമോമീറ്റർ. ഈ ടിംപാനിക് എന്ന് പറഞ്ഞ, ടിംപാനൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ചെവിക്കകത്തുള്ള കർണപടം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ടിംപാനൻ എന്ന് പറയുന്നത് കേട്ടോ. അവിടെയൊക്കെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമ്മുടെ കേൾവി ശക്തി നഷ്ടപ്പെടും. അപ്പൊ ഇയർ തെർമോമീറ്റർ ആണ്. അപ്പൊ ഇയറിന്റെ ഭാഗമാണ് നമ്മുടെ കർണപടം. ഓക്കെ, ആ ഭാഗത്തെയാണ് നമ്മൾ ടിംപാനൻ എന്നാണ് പറയുക. അതുകൊണ്ടാണ് അതിന്റെ പേര് അങ്ങനെ വന്നത് കേട്ടോ. ടിംപാനിക് തെർമോമീറ്റർ അഥവാ ഇയർ തെർമോമീറ്റർ, ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ എന്ന് പറയുന്നു കേട്ടോ. ഓക്കെ, ഇതെന്താ ചെയ്യുന്നത്? ഇറ്റ് മെഷർ ദ ടെമ്പറേച്ചർ ഇൻസൈഡ് ദ ഇയർ കനാൽ ബൈ ദ വേ ഓഫ് ഇൻഫ്രാറെഡ് റേ ടെക്നോളജി. അതായത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് റേ ടെക്നോളജിയാണ്. എന്ന് പറഞ്ഞാല് ഇത്തരം ടിംപാനിക് തെർമോമീറ്ററിനകത്ത് ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻസിന്റെ സെൻസറുകൾ ഉണ്ട്. അപ്പൊ ഇത് നമ്മളിങ്ങനെ ചെവിയുടെ ഉള്ളിൽ വെക്കുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ ഇയർ കനാലിലൂടെ നമുക്ക് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആണല്ലോ. അപ്പൊ ഈ പറയുന്ന ഇയർ കനാൽ ഉണ്ടല്ലോ, അവിടെ നിന്ന് താപവികിരണങ്ങൾ പുറത്തുവിടും. കാരണം നമ്മുടെ ബോഡി ഓൾറെഡി ടെമ്പറേച്ചർ ഉണ്ട്. അപ്പൊ ആ താപവികിരണങ്ങൾ പുറത്തു വിടുമ്പോൾ ആ വികിരണങ്ങളെ ഈ പറയുന്ന ഇൻഫ്രാറെഡ് സെൻസർ ഉണ്ട് ഇതിനകത്ത്, അത് ക്യാപ്ചർ ചെയ്യും. അത് ക്യാപ്ചർ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ അവിടെ എന്ത് ചെയ്ത് കാണിക്കും? ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇതാണ് എന്ത്? ടിംപാനിക് തെർമോമീറ്റർ. നമുക്ക് ചിത്രം നോക്കി നിങ്ങള് കണ്ടോ? ചിത്രം കണ്ടോ നിങ്ങള്? ഇതാണ് സംഭവം കേട്ടോ. അതെ, ഇങ്ങനെ ഇരിക്കും കണ്ടോ? ഇത് നമ്മുടെ ചെവിയുടെ ഇവിടേക്ക് ഇങ്ങനെ വെക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ടിംപാനം ഉണ്ടല്ലോ, അവിടേക്ക് നമ്മുടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ താപവികിരണങ്ങൾ പുറത്തോട്ട് വിടും ഇയർ കനാലിന്. അപ്പൊ ഇതിനകത്തൊരു എന്തുണ്ട്? ഒരു ഇൻഫ്രാറെഡ് സെൻസർ ഉണ്ട്. ആ സെൻസർ ആ വികിരണങ്ങളെ പിടിച്ചെടുക്കും. അത് നമുക്ക് കറക്റ്റ് ടെമ്പറേച്ചർ അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്ത് കാണിക്കും? ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇതാണ് കേട്ടോ സംഭവം. ഹലോ, ഓക്കെ അല്ലേ? ഇതാണ് കേട്ടോ, ഇതാണ് ഇത് ടിംപാനിക് തെർമോമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കാം, ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്ററിനെ പറയുന്ന മറ്റൊരു പേരാണ് ടിംപാനിക് തെർമോമീറ്റർ. ടിംപാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർണപടമാണ് കേട്ടോ, നമ്മുടെ ചെവിക്കകത്തുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് അതിന്റെ പേര് അങ്ങനെ വന്നത് കേട്ടോ. അപ്പൊ അതെന്താ ചെയ്യുന്നത്? ദാറ്റ് മെഷർ ദ ടെമ്പറേച്ചർ ഇൻസൈഡ് ദ ഇയർ കനാൽ ബൈ എന്താണ് ഉപയോഗിക്കുന്നത്? ഇൻഫ്രാറെഡ് റേ ടെക്നോളജിയാണ് അവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. മൂന്നാമത്തതാണ് ഫോർ ഹെഡ് തെർമോമീറ്റർ. അതിന്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടിട്ടുണ്ടാവും ഹോസ്പിറ്റലിലൊക്കെ നമ്മുടെ ഡോക്ടേഴ്സിന്റെ കയ്യിൽ കണ്ടിട്ടുണ്ടാവും. ഫോർ ഹെഡ്, പ്രത്യേകിച്ച് പീഡിയാട്രിക്കിന്റെ ഒക്കെ കയ്യിൽ ഒരു ഈസി ആയിട്ട് ഇങ്ങനെ കാണിച്ചു തരും അല്ലെ, ഫോർ ഹെഡ് തെർമോമീറ്റർ അല്ലെ. ഫോർ ഹെഡ് തെർമോമീറ്റേഴ്സ് യൂട്ടിലൈസ് അതും എന്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്? ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ടു മെഷർ ദ ടെമ്പറേച്ചർ. കണ്ടോ? ഇതും ഇതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ടച്ച് ചെയ്യണ്ട, ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ നെറ്റിയുടെ ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻഫ്രാറെഡ് റേസ് ഉണ്ട്. അത് പെട്ടെന്ന് ആ ടെമ്പറേച്ചർ ക്യാപ്ചർ ചെയ്തെടുക്കാം, സെൻസർ ചെയ്തെടുക്കും. എന്നിട്ടാണ് ആ ടെമ്പറേച്ചർ അവർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് എന്താ പറയാ റേസ് തന്നെ, ആ ഒരു സെൻസർ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കുക, ഫോർ ഹെഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ നെറ്റിയാണ്. അപ്പൊ നെറ്റിയുടെ അവിടെ കാണിച്ച് പെട്ടെന്ന് നമുക്ക് ആ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റും. ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം, നമ്മൾ ഈ ടിംപാനിക് തെർമോമീറ്റർ പറഞ്ഞപ്പോഴും ഓക്കെ ചെയ്യാം, ടിംപാനിക് തെർമോമീറ്റർ പറഞ്ഞപ്പോഴും ഫോർ ഹെഡ് തെർമോമീറ്റർ പറഞ്ഞപ്പോഴും അവിടെ ഒന്നും നമ്മൾ ബോഡിയിൽ ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ, കാര്യം എന്താ? ഈ സെൻസർ അതിനകത്തുണ്ട്. അപ്പൊ സെൻസർ ഉള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് അതിനെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്യാപ്ചർ ചെയ്തെടുക്കാം. അപ്പൊ ഇങ്ങനെ ഉള്ള തെർമോമീറ്ററിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നേരിട്ടുള്ള ബോഡി ടച്ച് വരുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതി, ബോഡി ടച്ച് വരുന്നില്ല. അപ്പൊ നമുക്ക് ഒരു വിധത്തിലുള്ള കണ്ടാമിനേഷൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം ഒരുപാട് രോഗികൾ ഉപയോഗിക്കുന്നതാണ്.
ഒരാളുടെ ദേഹത്ത് ഇങ്ങനെ ടച്ച് ചെയ്ത സംഭവം എടുത്ത് മറ്റൊരാളുടെ ദേഹത്ത് വെക്കുമ്പോൾ അവിടെ കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിൽ അങ്ങനത്തെ പ്രശ്നം വരില്ല. കാരണം ഇങ്ങനത്തെയുള്ള ഇൻഫ്രാറെഡ് സെൻസർ ഉള്ളത് പെട്ടെന്ന് ഇങ്ങനെ ജസ്റ്റ് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സ്കിന്നിൽ എന്ത് വരുന്നില്ല, ടച്ച് വരുന്നില്ല. അതൊക്കെ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അടുത്തതാണിത് ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ട് കാലത്തൊക്കെ ഉപയോഗിക്കും, ഇപ്പോഴും ഉണ്ട്. പക്ഷെ കൂടുതൽ എന്താണ് ഇന്നിപ്പോ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തെർമോമീറ്ററുകളാണ് ഉപയോഗിക്കുന്നത്. ഗ്ലാസ് തെർമോമീറ്ററുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. പണ്ടത്തെയൊക്കെ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ഇതാണ് ഉപയോഗിക്കുക. ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ. കാരണം ഇതിനകത്ത് മെർക്കുറി ആണ് ഉള്ളത്. ഇതിനകത്ത് ഇങ്ങനെ മെർക്കുറി ഉണ്ട്, അതുകൊണ്ടാണ് അതിന്റെ പേര് അങ്ങനെ പറയുന്നത്, മെർക്കുറി തെർമോമീറ്റർ. Mercury thermometers give precise temperature readings and can be used orally, rectally or under the arm. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ഉപയോഗിക്കാം? നമുക്ക് വായിൽ വെക്കാം അല്ലെ, ഓറലി ഉപയോഗിക്കാം. റെക്റ്റിലി എന്ന് വെച്ചാൽ റെക്റ്റം എന്ന് പറഞ്ഞാൽ മലദ്വാരം എന്നുള്ള അർത്ഥമാണ്. അത് വലിയ ആളുകൾക്കല്ല, പൊതുവെ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളി അവർക്കൊക്കെ അത് ചെയ്യാറുണ്ട്, റെക്റ്റലി വെക്കാറുണ്ട്. പിന്നെ അണ്ടർ ദ ആം അറിയാലോ, ഭക്ഷ്യത്തിനകത്ത് വെക്കാറുണ്ട് കേട്ടോ. ഇതാണ് പ്രധാനമായിട്ടും 4 തെർമോമീറ്ററുകൾ വരുന്നത്. ഇതൊക്കെയാണ് ഡിജിറ്റൽ തെർമോമീറ്റർ. അതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞത്? ഇറ്റ് ഗിവ്സ് ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് കറക്റ്റ് റിസൾട്ട് വരുന്നത് ഇതാണ് ഡിജിറ്റൽ തെർമോമീറ്റർ കേട്ടോ. രണ്ടാമത് എന്താണ്? ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ. അതിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ടിംപാനിക് തെർമോമീറ്റർ എന്നും പറയുന്നു. അവിടെ എന്താണ്? ഇൻഫ്രാറെഡ് റേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. ഫോർഹെഡ് തെർമോമീറ്ററിൽ എന്ത് തന്നെ ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതാണ് ഫോർഹെഡ് തെർമോമീറ്റർ. അടുത്തത് ഗ്ലാസ് തെർമോമീറ്ററിന്റെ പ്രത്യേകത എന്താണ്? അത് നമുക്ക് ഓറലി ചെയ്യാം, ചെയ്യാം, അതുപോലെ തന്നെ അണ്ടർ ദ ആം വഴിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഗ്ലാസ് തെർമോമീറ്റർ, മെർക്കുറി തെർമോമീറ്റർ. പക്ഷെ ഇതിൽ ഏറ്റവും ആക്യുറേറ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് വേ ഓഫ് മെഷറിംഗ് ടെമ്പറേച്ചർ ഏതാണെന്ന് വെച്ചാൽ അത് ഡിജിറ്റൽ തെർമോമീറ്റർ കേട്ടോ. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? അടുത്തത് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് ആണ് കേട്ടോ. ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്. നമ്മൾ ഈ ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് നമ്മൾ പറയുന്നത്, നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ. നമ്മൾ പറയുന്നത് സ്വിഗ്മോമാനോമീറ്റർ എന്നാണ് പറയാ കേട്ടോ. ബ്ലഡ് പ്രഷർ അപ്പാരറ്റസിനെ പറയുന്ന പേര് എന്താണ്? സ്വിഗ്മോമാനോമീറ്റർ എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പറയുമ്പോൾ എന്താ പറയാ? സ്വിഗ്മോമാനോമീറ്റർ ആണ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്കിത് കണ്ടിട്ടുണ്ടല്ലോ നമ്മള്. ഓക്കെ, നമുക്ക് വായിക്കാം. Blood pressure gauge or blood pressure monitor is an equipment used to measure the lost pressure അല്ലാട്ടോ, blood pressure എന്നാക്കിയാൽ മതി. lost pressure എന്നുള്ള ടേം അത്ര ഐഡിയൽ അല്ലാതെ blood pressure എന്നാക്കി കേട്ടോ. അതായത് നമ്മുടെ രക്തസമ്മർദ്ദം അളക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ഈ പറയുന്ന അപ്പാരറ്റസ് അല്ലെ. ബ്ലഡ് പ്രഷർ ഗേജ്. ഗേജ് എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യാന്നുള്ള അർത്ഥമാണ് കേട്ടോ. ബ്ലഡ് പ്രഷർ ഗേജ് എന്ന് പറയാം, ബ്ലഡ് പ്രഷർ മോണിറ്റർ എന്ന് പറയാം. ഏറ്റവും എളുപ്പം സ്വിഗ്മോമാനോമീറ്റർ പറയുന്നതാണ് കേട്ടോ. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാനായിട്ടാണ് കേട്ടോ. എ സ്വിഗ്മോമാനോമീറ്റർ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതിന്റെ പേരാണ് സ്വിഗ്മോമാനോമീറ്റർ. ദാറ്റ് ഇൻക്ലൂഡ്സ് ആൻ ഇൻഫ്ലേറ്റബിൾ കഫ്. എന്താണ് ഇൻഫ്ലേറ്റബിൾ കഫ്? ഇവിടെ ചുറ്റി വെച്ചേക്കുന്നത് കണ്ടോ, ഇതാണ് ഇൻഫ്ലേറ്റബിൾ കഫ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താ പറയാ, ഇൻഫ്ലേറ്റബിൾ ആയിട്ടുള്ള ഒരു റബ്ബർ ബ്ലാഡർ ആണ്. ഒരു റബ്ബർ ബ്ലാഡർ ആണ്. ദാറ്റ് ഇസ് കവേർഡ് ഇൻ ക്ലോത്ത് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. ദാറ്റ് റാപ്സ് അറൌണ്ട് അവർ ആം. അതായത് നമ്മുടെ ആമിന്റെ ഭാഗത്ത് റാപ്പ് ചെയ്യും അല്ലെ, ഇതല്ലേ ചുറ്റുന്നത്. ഈ സംഭവം ശരിക്കും ഒരു റബ്ബർ ബ്ലാഡർ ആണ്. ദാറ്റ് ഇസ് കവേർഡ് ഇൻ ക്ലോത്തിന് കവർ ചെയ്തിട്ടുള്ള ഒരു റബ്ബർ ബ്ലാഡർ ആണിത്. ഇത് നമ്മുടെ ആമിന്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും? റാപ്പ് ചെയ്യും, നമ്മൾ ചുറ്റി വെക്കും. ഓക്കെ, ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഇൻഫ്ലേറ്റബിൾ കഫ് എന്ന് പറയുന്നത്. എന്താണ് ഇൻഫ്ലേറ്റബിൾ കഫ് എന്നാണ് പറയുന്നത്. പോരാത്തതിന് മെഷറിംഗ് യൂണിറ്റ്, അതെ ഇവിടെ കണ്ടോ മെഷർമെന്റ് കാണിക്കും അല്ലെ, മെഷറിംഗ് യൂണിറ്റ് ഉണ്ട്. ആൻഡ് മെക്കാനിസം ഫോർ ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ ചെയ്യുന്നതിനുള്ള മെക്കാനിസം അതെന്താണ്? ഈ ബൾബ് പമ്പാണ് അല്ലെ. ഇത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യും അല്ലെ. അതാണ് ഇൻഫ്ലേഷൻ ചെയ്യുന്നതിനുള്ള മെക്കാനിസം വെച്ചാൽ ഇൻഫ്ലേഷൻ പമ്പ് എന്ന് പറയുന്ന ഈ ബൾബ് പമ്പാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ റാപ്പ് ചെയ്യും. റാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യും. പ്രസ് ചെയ്യുമ്പോൾ എന്താ, കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ഒരു ടൈറ്റ് ആവും അല്ലെ. ഇവിടെ അങ്ങനെ ടൈറ്റ് ആവാന്ന് പറഞ്ഞാല് ശരിക്കും നമ്മുടെ പറയും ആ ബ്ലഡ് വെസലിലൂടെയുള്ള ബ്ലഡ് പോകാത്ത രീതിയിൽ അത്രയും ടൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോഴാണ് നമ്മൾ ആ ഒരു കറക്റ്റ് ബ്ലഡ് പ്രഷർ നമുക്ക് കിട്ടുന്നത്. അത്രയും ടൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു ആർട്ടറിയിലൂടെ ആ വെയിൻസിലൂടെ ബ്ലഡ് പോകാത്ത രീതിയിൽ അത്രയും ടൈറ്റ് ചെയ്തിട്ട് അത് റിലീസ് ചെയ്യും. അപ്പൊ ആ ടൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ബ്ലഡ് പ്രഷർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിച്ച് ക്യാൻ ബി ഹാൻഡിൽഡ് മാനുവലി. നിങ്ങൾക്ക് മാത്രം പറഞ്ഞാൽ മതി. ഡാഷ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ബ്ലഡ് പ്രഷർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനകത്ത് ചിലപ്പോൾ ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് അങ്ങനെ തരാം, അല്ലെങ്കിൽ സ്വിഗ്മോമാനോമീറ്റർ എന്നാവും തരാം കേട്ടോ.
ഇതാണ് സ്വിംഗ് മോഡൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ നിങ്ങൾക്ക് ഇത്? 3 എക്യുപ്മെന്റ്സ് മനസ്സിലായോ? ഡിഫിബ്രിലേറ്റർ എന്താണ്, തെർമോമീറ്റർ എന്താണ്, ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്, ഇതൊക്കെ നമ്മൾ ഡെയിലി നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ലാരിംഗോസ്കോപ്പ് കേട്ടോ. അതാണ് ലാരിംഗോസ്കോപ്പ്. ഈ പിക്ചർ കാണുമ്പോൾ വലിയ സുഖമല്ലേ, കൈക്കൊട്ടു പോലൊക്കെ ഇരിക്കുന്നത് അല്ലെ. സംഭവം നമ്മുടെ ത്രോട്ടിലേക്ക് ഇറക്കുന്ന ഒരു ഉപകരണമാണ് കേട്ടോ, ലാരിംഗോസ്കോപ്പ്. ലാരിങ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ പഠിച്ചിട്ടുണ്ട്? ഡിപ്പാർട്ട്മെന്റിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ലാരിങ്സ് ENT ഡിപ്പാർട്ട്മെന്റിനകത്ത് വോയിസ് ബോക്സ് ആണ്. അതെ, വോയിസ് ബോക്സ് ആണ് കേട്ടോ. നമ്മുടെ സ്വരതന്തുക്കളൊക്കെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ത്രോട്ടിന്റെ ആ ഒരു ഭാഗം, അവിടെ നിന്നാണ് നമുക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നത് കേട്ടോ. ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ലാരിങ്സ് എന്ന് പറയുന്നത്. വോയിസ് ബോക്സ് ആണ് കേട്ടോ. ലാരിങ്സ് ഈസ് നോൺ ആസ് വോയിസ് ബോക്സ്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ലാരിംഗോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പോ ലാരിംഗോസ്കോപ്പ് ഈസ് ടു ഒബ്സർവ് ദ ലാരിങ്സ് എ പാർട്ട് ഓഫ് ദ ത്രോട്ട്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. നമ്മുടെ ത്രോട്ടിന്റെ ഭാഗമായിട്ടുള്ള ലാരിങ്സ്, വോയിസ് ബോക്സ് ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ലാരിംഗോസ്കോപ്പ് ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. ഇനി laryngoscopy is a medical approach that is used to get a view of the larynx. നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റിന് നമ്മൾ പറയാ ലാരിംഗോസ്കോപ്പ് എന്നാണ് പറയാ. എക്യുപ്മെന്റിന് പറയുമ്പോൾ ലാരിംഗോസ്കോപ്പ്. ഈ ലാരിംഗോസ്കോപ്പ് ഉപയോഗിച്ച് നമ്മൾ ഈ ലാരിങ്സ് ഒബ്സർവ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, പ്രൊസീജിയർ, അതിന് നമ്മൾ എന്താ പറയാ? ലാരിംഗോസ്കോപ്പി എന്നാണ് പറയാ കേട്ടോ. ഉപയോഗിക്കുന്ന ഉപകരണത്തിന് ലാരിംഗോസ്കോപ്പ് എന്ന് പറയുന്നു. ലാരിംഗോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ലാരിങ്സ് ഒബ്സർവ് ചെയ്യുന്ന ഒരു മെഡിക്കൽ പ്രൊസീജിയറിനെ നമ്മൾ എന്താ പറയാ? ലാരിംഗോസ്കോപ്പി എന്നാണ് പറയാ. നമ്മൾ എൻഡോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണത്തിന് പറയുന്നത് എൻഡോസ്കോപ്പ്. ആ പ്രൊസീജിയറിനെ നമ്മൾ എന്താ പറയാ? എൻഡോസ്കോപ്പി എന്നാണ് പറയാ അല്ലെ. ഓക്കെ, അത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? ലാരിംഗോസ്കോപ്പ് ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഓക്സിജൻ മാസ്ക്. നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. നമ്മൾ സാധാരണ നെബുലൈസറിന്റെ കൂടെ ചെയ്യാറുണ്ട് അല്ലെ. ആ സംഭവമാണ് ഇവിടെ കേട്ടോ. ഓക്സിജൻ മാസ്ക് അറിയാലോ, എല്ലാവർക്കും അറിയാം. എന്താണ്? an oxygen mask offers the method to carry breathing oxygen gas from the storage tank to the lungs. അല്ലെ, ഈ പറയുന്ന ഓക്സിജൻ സ്റ്റോറേജ് ടാങ്കിൽ നിന്ന് നമ്മുടെ ഓക്സിജനെ നമ്മുടെ ലങ്സിലോട്ട് അല്ലെ, നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ക്യാരി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ഓക്സിജൻ മാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നോക്കിയേ, ഓക്സിജൻ മാസ്ക് നേരാണ് ഓൺലി ദ നോസ് ആൻഡ് മൗത്ത് ഓർ ദ ഹോൾ ഫേസ്. അപ്പൊ ചില ഓക്സിജൻ മാസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ നോസും മൗത്തും കവർ ചെയ്യും, മറ്റു ചിലത് ഫുൾ ഫേസിനെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഓക്സിജൻ മാസ്ക് ഉണ്ട് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ നോസും മൗത്തും കൂടെ കവർ ചെയ്യുന്ന ടൈപ്പ് ഓക്സിജൻ മാസ്ക് ആണ് കേട്ടോ. ഇനി നോക്കൂ, they may be made of plastic, silicone or rubber. ഇനി ഈ ഓക്സിജൻ മാസ്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളാണ് അവിടെ കൊടുത്തത്. പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഉണ്ടാക്കാം, സിലിക്കോണ് അല്ലെങ്കിൽ റബ്ബർ കേട്ടോ. ഈ 3 മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓക്സിജൻ മാസ്ക് ഉണ്ടാക്കാം കേട്ടോ. പ്ലാസ്റ്റിക്, സിലിക്കോൺ അല്ലെങ്കിൽ റബ്ബർ കേട്ടോ. ഓക്കെ, കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എക്യുപ്മെന്റ് കേട്ടോ. അടുത്തതാണ് എന്ത്? ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അഥവാ ECG. ഇതാണ് ECG എന്ന് പറയുന്നത്. ECGയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കുക കേട്ടോ. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെ, അതായത് നമ്മുടെ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ECG ഡിവൈസ് അല്ലെ, ECG മെഷീൻ. അതിന്റെ പിക്ചർ ആണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് ടു മെഷർ ദ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട് അല്ലെ, നമ്മുടെ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അത് മെഷർ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറയുന്ന എക്യുപ്മെന്റ്. ഓക്കെ, നമുക്ക് വായിക്കാം. Electrocardiograph is the process of recording the electrical function of the heart over a period of time using electrodes which are put on the skin. അല്ലെ, അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. ഇതാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന എക്യുപ്മെന്റ് ആണ് അല്ലെ. അതെങ്ങനെയാണ്? ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ. ഇതേപോലത്തെ വേറൊരു എക്യുപ്മെന്റുകൾ വരുന്നുണ്ട്. അപ്പൊ ആ സമയം അവിടെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഓവർ എ പീരീഡ് ഓഫ് ടൈം, നമ്മൾ ഒരുപാട് സമയം വെക്കില്ല അല്ലെ, ചില ഏതാനും മിനിറ്റുകൾ മാത്രമാണ് നമ്മൾ ECG ഉപയോഗിക്കുന്നുള്ളൂ. സോ ആ ഒരു നിശ്ചിത ഒരു ടൈം പീരീഡിൽ, ഒരുപാട് നേരമില്ല, വളരെ കുറച്ചൊരു ടൈം പീരീഡ് ഉള്ളൂ. ആ ഒരു സമയത്ത് ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനാണ് ECG എന്ന് പറയുന്നത് കേട്ടോ. ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ അവിടെ നമുക്ക് അറിയണ്ടല്ലോ, ധാരാളം ഇലക്ട്രോഡുകൾ ഉണ്ട് അല്ലെ. ഇലക്ട്രോഡുകൾ നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് അല്ലെ, സ്കിന്നിൽ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ആക്ടിവിറ്റി കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യും കേട്ടോ. ഇലക്ട്രോഡുകളൊക്കെ ധാരാളമായിട്ട് കാണാം, ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അത്രയും ECG. അടുത്തതാണ് എന്ത്? വെയിങ് മെഷീൻ ആണ് കേട്ടോ. ഇതാണ് വെയിങ് മെഷീൻ. ഈ ഒരു പിക്ചർ മാത്രമാണോ നിങ്ങളുടെ നോട്ടിലുള്ളത്?
രണ്ട് പിക്ചറില്ലേ, രണ്ടെണ്ണുള്ളി അതിനകത്ത് വെയിങ് മെഷീന്റെ പിക്ചർ. ഓക്കെ, രണ്ടെണ്ണം ഉണ്ട്, അതിനകത്ത് ഒരെണ്ണം ഉണ്ട് കേട്ടോ. ഓക്കെ, രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. വെയിങ് മെഷീൻ അല്ലെ, എന്താണ് ഡിജിറ്റൽ സ്കെയിൽ എന്നും അറിയപ്പെടുന്നു. നിങ്ങളുടെ ആ പിക്ചറിലുള്ള ഒരെണ്ണം ഡിജിറ്റൽ സ്കെയിലാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി കാണുന്ന വെയിങ് മെഷീൻ ആണ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഡിജിറ്റൽ എന്ന് പറയാൻ പറ്റും. ഇവിടെ നീഡിലാണ് അല്ലെ, നീഡിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ നീഡിൽ ആണ് ഇതിനകത്ത് ഉള്ളത് കേട്ടോ. ഇതാണ് കറക്റ്റ് വെയിങ് മെഷീൻ. ഇനി ഡിജിറ്റൽ സ്കെയിൽ എന്ന് പറഞ്ഞാലും വെയിങ് മെഷീൻ തന്നെ. നിങ്ങളുടെ കയ്യിലുള്ള അടുത്ത ചിത്രമില്ലേ, അതാണ് കേട്ടോ ഡിജിറ്റൽ സ്കെയിൽ. അല്ലെങ്കിൽ അതും വെയിങ് മെഷീൻ തന്നെയാണ് കേട്ടോ. അപ്പൊ മറ്റൊരു പേരാണ് ഡിജിറ്റൽ സ്കെയിൽ എന്ന് പറയും കേട്ടോ. സംഭവം അത് കേൾക്കുന്നത് എന്താന്ന് വിചാരിക്കരുത്. ഡിജിറ്റൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ വെയിങ് മെഷീൻ തന്നെയാണ്, ഇലക്ട്രോണിക് വെയിങ് മെഷീൻ ആണെന്ന് മാത്രം കേട്ടോ. ഓക്കെ, ഡിജിറ്റൽ സ്കെയിൽ is a kind of electronic weighing machine which measures many readings that include body weight, body fat, BMI, etc. BMI യുടെ ഫുൾ ഫോം എഴുതി വെക്കുക കേട്ടോ. ബോഡി മാസ് ഇൻഡെക്സ് എന്നാണ് കേട്ടോ. കറക്റ്റ് ആണ് കേട്ടോ. ബോഡി മാസ് ഇൻഡെക്സ്, അതായത് നമ്മുടെ വെയിറ്റ് ഇൻ കിലോഗ്രാം, നമ്മുടെ വെയിറ്റ് കിലോഗ്രാമിലുള്ള വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് കാണിക്കുക കേട്ടോ. അല്ല, അളക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ വെയിറ്റ് ഇൻ കിലോഗ്രാമിൽ എടുക്കുക, ഡിവൈഡഡ് ബൈ വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ നമ്മുടെ ഹൈറ്റ് ഉണ്ടല്ലോ അത് മീറ്ററിലാക്കുക, അതിന്റെ സ്ക്വയർ എടുക്കുക കേട്ടോ. അങ്ങനെയാണ് നമ്മൾ BMI കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ ഇത്തരത്തില് നമ്മുടെ ശരീരഭാരം, നമ്മുടെ ബോഡി ഫാറ്റ്, ശരീരത്തിലെ കൊഴുപ്പ്, അതുപോലെ BMI, ബോഡി മാസ് ഇൻഡെക്സ് എന്നിങ്ങനെയുള്ള റീഡിങ്സുകൾ മെഷർ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വെയിങ് മെഷീനാണ് ഡിജിറ്റൽ സ്കെയിൽ എന്ന് പറയുന്നത് കേട്ടോ. രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഇത് ഈ വെയിങ് മെഷീൻ എന്ന് പറയുന്നത് ഇവിടെ നീഡിലാണ്. നിങ്ങളിലുള്ള രണ്ടാമത്തെ പിക്ചർ ആണ് ഇലക്ട്രോണിക് വെയിങ് മെഷീൻ, ഡിജിറ്റൽ സ്കെയിൽ എന്നതിന് പറയുന്നത്. ഓക്കെ, അറിയാലോ നിങ്ങൾക്കത് എളുപ്പമാണ്. ഓക്കെ, അടുത്തത് ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ മെസ്സേജ് ഇടണം കേട്ടോ. എന്തെങ്കിലും ഭാഗം മനസ്സിലാവാണ്ടെങ്കിൽ മെസ്സേജ് ഇടാം കേട്ടോ. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ട്രോളീസ് കേട്ടോ. കണ്ടിട്ടില്ലേ, ഇങ്ങനെ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഇതുപോലെ ട്രോളി ഒക്കെ തള്ളിക്കൊണ്ട് ആൾക്കാർ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, ട്രോളി എന്താണ്? ട്രോളിയുടെ ഉദ്ദേശം എന്താണ്? The objective of using trolleys in hospital is to help to move things from one place to another place without any risk. അതെല്ലാം ചെയ്ത് വെക്കാം കേട്ടോ. അറിയാലോ ട്രോളിയുടെ ഉപയോഗം എന്താണ്? അതായത് നമ്മള് ഹോസ്പിറ്റലില് ഈ പറയുന്ന സാധനങ്ങൾ അല്ലെ, സപ്ലൈസ്, മെറ്റീരിയൽസ്, അത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി, അത് വിത്തൗട്ട് എനി റിസ്ക്, വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണിത് ട്രോളി എന്ന് പറയുന്നത്. ഓക്കെ, അതെല്ലാം ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നോക്കിയേ, ഹോസ്പിറ്റൽ ട്രോളീസ് ആണ്. ഇനി ട്രോളി തന്നെ പല ടൈപ്പ് ട്രോളികളുണ്ട്. അതിന് ഒരെണ്ണം മാത്രമാണ് അവിടെ കൊടുത്തേക്കുന്നത്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ പല ടൈപ്പ് ട്രോളി, ഇപ്പൊ ഓപ്പൺ ആയിട്ടുള്ള ട്രോളി, ചിലത് ക്ലോസ്ഡ് ആയിട്ടുള്ള ട്രോളികളും കേട്ടോ. അപ്പൊ നോക്കാം, ഹോസ്പിറ്റൽ ട്രോളീസ് ആണ് ക്രാഷ് കാർട്ട് ട്രോളി, മെഡിസിൻ ട്രോളി, SS ഡ്രസ്സിംഗ് ട്രോളി ആൻഡ് ഇൻസ്ട്രുമെന്റ് ട്രോളി. അതായത് പലതരത്തിലുള്ള ട്രോളികൾ ഉണ്ട് കേട്ടോ. ഒന്നാമത്തേതാണ് ക്രാഷ് കാർട്ട് ട്രോളി. അതിന് പഠിക്കാനുണ്ട് നമുക്ക്. ക്രാഷ് കാർട്ട് ട്രോളി, എന്താണ് ക്രാഷ് കാർട്ട്? ക്രാഷ് എന്ന് പറയുന്നത് എന്താ? ക്രാഷ്, പ്ലെയിൻ ക്രാഷ് നമുക്ക് തരില്ലേ? എന്ന് വെച്ചാൽ ഒരു അപകടം, ഒരു എമർജൻസി അല്ലെ? അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ മതി. ക്രാഷ് കാർട്ട് ട്രോളി എന്ന് പറഞ്ഞാൽ ക്രാഷ് ആവാന്നൊക്കെ പറയില്ലേ, എന്നതുപോലെ ഒരു എമർജൻസി സിറ്റുവേഷൻ, പ്രത്യേകിച്ച് ഒരു കാർഡിയാക് അറസ്റ്റോ അല്ലെങ്കിൽ എന്താ പറയുക സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറി ഒക്കെ ആയിട്ട് വരുന്ന കേസുകളില് ഈ പറയുന്ന മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ, ഇൻസ്ട്രുമെന്റുകളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ക്രാഷ് കാർട്ട് ട്രോളി. ക്രാഷ് എന്ന് നോക്കാൻ മതി കേട്ടോ. ക്രാഷ് ആവാം, എമർജൻസി സിറ്റുവേഷൻ ആണ്, കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ സിവിയർ ആയിട്ട് ഇഞ്ചുറി വരുന്ന കേസുകളിൽ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ മറ്റുള്ള സപ്ലൈസുകളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്രാഷ് കാർട്ട് ട്രോളി അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. മെഡിസിൻ ട്രോളി എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? ദിസ് ട്രോളി ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് മെഡിസിൻസ് അല്ലെ? മെഡിസിൻസ് എന്ത് ചെയ്യാനാണ്? സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെഡിസിൻ ട്രോളി വരുന്നത്. SS എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് കേട്ടോ. SS എന്താണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണ്, കേട്ടിട്ടില്ലേ? സ്റ്റെയിൻലെസ് സ്റ്റീൽ. യെസ്, അതാണ് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഡ്രസ്സിംഗ് ട്രോളി. ഡ്രസ്സിംഗ് ട്രോളി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ എപ്പോഴും ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യാം വൂണ്ട് കെയറിന്റെ ഭാഗമായിട്ട് അല്ലെ? നമുക്ക് നല്ല മുറിവുകളൊക്കെ വരുമ്പോൾ ഡ്രസ് ചെയ്യാറില്ലേ നമ്മള്? അപ്പൊ അത്തരത്തിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രസ്സിംഗ് ട്രോളി എന്ന് പറഞ്ഞാൽ വൂണ്ട് കെയറുമായിട്ട് ബന്ധപ്പെട്ട സപ്ലൈസുകൾ അല്ലെങ്കിൽ അത്തരം മെറ്റീരിയലുകളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രസ്സിംഗ് ട്രോളി ഉപയോഗിക്കുന്നത്.
And instrument trolley. Instrument trolley എന്ന് വെച്ചാൽ that used for storing and transporting the medical instruments or equipments. കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് ഇൻസ്ട്രുമെന്റ്. അങ്ങനെ പല ടൈപ്പ് ട്രോളികൾ ഉണ്ടെന്നാണ് അവര് പറയുന്നത് കേട്ടോ. ഇത് ഗവൺമെന്റിന്റെ ചിത്രം മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ പല ടൈപ്പ് ട്രോളികൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. പർപ്പസ് എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മെറ്റീരിയൽസുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്. ക്ലിയർ? അടുത്തത് ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. വീൽ ചെയർ അല്ലെ? വീൽ ചെയർ എന്താണ് കണ്ടിട്ടുണ്ട് നമുക്കറിയാം അല്ലെ? വീൽ ചെയർ ഇസ് എ വീൽഡ് മൊബിലിറ്റി ഇൻസ്ട്രുമെന്റ്. മൊബിലിറ്റി മീൻസ് മൂവബിൾ ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ? വീൽഡ് ആയിട്ടുള്ള വീലുകളുള്ള ഒരു മൂവബിൾ ഇൻസ്ട്രുമെന്റ് ആണ് വീൽ ചെയർ എന്ന് പറയുന്നത്. ഓക്കെ, the instrument is moved manually, that means by turning the wheels by hand or via various automated systems. അപ്പൊ ഒന്നുകിൽ നമുക്ക് എന്താണ് മാനുവലി കൈകൾ ഇങ്ങനെ ഉപയോഗിച്ച് നമുക്ക് കറക്കിക്കൊണ്ട് വീൽ ചെയർ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ വാരിയസ് ഓട്ടോമേറ്റഡ് സിസ്റ്റം. ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള വീൽ ചെയർ ഉണ്ട്. നമ്മള് ബാംഗ്ലൂർ ബേസിനകത്ത് ആ പാർവതി എന്താ പറയാ പോകുന്നത് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള വീൽ ചെയർ ആണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള വീൽ ചെയറും ഉണ്ട് കേട്ടോ. അപ്പൊ മാനുവലി അല്ലാതെ നമ്മൾ കൈ കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലാതെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള വീൽ ചെയർ കേട്ടോ. ഓക്കെ, ഇനി എന്താണ്? വീൽ ചെയർസ് ആർ യൂസ്ഡ് ഫോർ പീപ്പിൾ who feel walking is difficult or impossible because of illness, injury or disability. അല്ലെ? അതായത് അറിയാലോ, വീൽ ചെയർ ഇങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കുന്ന നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അല്ലെ? പ്രത്യേകിച്ച് എന്താണ് എന്തെങ്കിലും ഫിസിയോളജിക്കലായിട്ട് ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും അസുഖമുള്ളവരോ വൈകല്യങ്ങളോ പരിക്കോ അല്ലെങ്കിൽ മൂലം നടക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീൽ ചെയർ എക്യുപ്മെന്റുകൾ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, അറിയാലോ നിങ്ങൾക്ക്. അത് വേറെ എക്സ്പ്ലനേഷൻ ഒന്നും അതിനുണ്ട് തരാനില്ല. ഓക്കെ, അത് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും കേട്ടോ. Dash is used for the people who feel walking is difficult. എന്ത് എക്യുപ്മെന്റ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന? വാക്കിംഗ് ഡിഫിക്കൽട്ട് ഉള്ള പേഷ്യൻസിനായിട്ട് ഉപയോഗിക്കുന്ന മൊബിലിറ്റി ഇൻസ്ട്രുമെന്റ് ഏതാണ്? വീൽ ചെയർ ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഏതാണ്? സ്ട്രക്ചേഴ്സ് അല്ലെ? സ്ട്രക്ചർ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്താണ്? A structure is an instrument used for carrying patients who need medical care. അറിയാലോ, മെഡിക്കൽ പരിചരണം ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ ക്യാരി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സ്ട്രക്ചറുകൾ ഉപയോഗിക്കുന്നത് അല്ലെ? വീൽ ചെയർ എന്ന് പറഞ്ഞാൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് നമുക്ക് മെഡിക്കൽ പരിചരണം ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ ക്യാരി ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഡിക്കൽ എക്യുപ്മെന്റ് ഏതാണ്? സ്ട്രക്ചർ ആണ്. ഓക്കെ, സ്ട്രക്ചേഴ്സ് ആർ മെയിൻലി യൂസ്ഡ് in acute out of hospital care situations by the emergency medical service. അപ്പൊ പൊതുവെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ കൂടുതലും അത് എവിടെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? അക്യൂട്ട് ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ കെയർ അല്ലെ? അതായത് നമ്മുടെ എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഒക്കെ ഭാഗമായിട്ട് പൊതുവെ എന്താണ് അടിയന്തര സാഹചര്യം ആശുപത്രിക്ക് പുറത്തുള്ള മെഡിക്കൽ പരിചരണ സേവനങ്ങൾക്കാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സ്ട്രക്ചറുകൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആശുപത്രിക്ക് അകത്ത് ഉപയോഗിക്കുന്നില്ല എന്നല്ല ഉദ്ദേശിച്ചത്. കൂടുതൽ സ്ട്രക്ചറിന്റെ ഉപയോഗം എവിടെയാണ് വരുന്നത്? ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ ആണ് അല്ലെ? പെട്ടെന്ന് ഒരു എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഒക്കെ ഭാഗമായിട്ട് ഒരു ബൾക്കായിട്ട് ആളുകൾക്ക് ആക്സിഡന്റ് സംഭവിക്കുകയോ അല്ലെങ്കിൽ പിന്നെ റോഡ് ആക്സിഡന്റ് ഒക്കെ വരാൻ പറ്റുന്നോ അങ്ങനെയുള്ള കേസുകളിൽ പുറത്ത് ആശുപത്രിക്ക് പുറത്തുള്ള മെഡിക്കൽ സേവന പരിചരണങ്ങളാണ് കൂടുതലായിട്ട് നമ്മുടെ സ്ട്രക്ചറിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണ്? അടുത്തത് കേട്ടോ, അടുത്തത് 11ാമത്തെ മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് സക്ഷനിങ് മെഷീൻ കേട്ടോ. എന്താണ് സക്ഷനിങ് മെഷീൻ? സക്ഷൻ എന്ന വാക്ക് നമ്മൾ എവിടെ പഠിച്ചു? മെഡിക്കൽ ക്യാമ്പിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സക്ക് ചെയ്യുക അല്ലെ? സക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ്പിറേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതല്ല വാക്വം, വലിച്ചെടുക്കുക അല്ലെ? പ്രത്യേകിച്ച് നമ്മൾ ഈ ബോഡി ഫ്ലൂയിഡ്സുകളും മറ്റുമൊക്കെ വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സക്ഷനിങ് മെഷീൻ ഉപയോഗപ്പെടുത്തുന്നത്. ഇത് വായിക്കാം. A suctioning picture നോക്കിക്കോട്ടോ. A suctioning machine is a consumable instrument used in the field of medicine for sucking fluids from person's airways and lungs. അല്ലെ? പ്രത്യേകിച്ച് നമ്മുടെ പേഷ്യന്റിന്റെ ഈ പറയുന്ന ശ്വസനനാളം അല്ലെങ്കിൽ മൗത്ത് അല്ലെങ്കിൽ അതർ ഏരിയാസ് ഓഫ് ബോഡി ഓക്കെ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ഫ്ലൂയിഡ്സുകള് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് മീൻസ് ഇപ്പൊ വല്ല മ്യൂക്കസ് ആവാം, ബ്ലഡ് ആവാം, അങ്ങനെയുള്ള ഫ്ലൂയിഡ്സുകളൊക്കെ വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സക്ഷനിങ് മെഷീൻ. സക്ക് ചെയ്യാന്ന് വെച്ചാൽ വലിച്ചെടുക്കലാണ് അല്ലെ? സക്ഷനിങ് മെഷീൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. Suctioning machine is a movable instrument that is used for sucking fluids from the patient's airways and mouth. Clear ആണല്ലോ? അല്ലേ? മനസ്സിലായില്ലേ? നെക്സ്റ്റ് വരുന്നതാണ് ഫ്ലോ മീറ്റർ. ഈ ആളെ നമ്മൾ കണ്ടിട്ടുണ്ട്, അത് കൂടാതെ നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെയെന്ന് ഓർമ്മയുണ്ടോ? ഫ്ലോ മീറ്റർ നമ്മൾ മെഡിക്കൽ ഗ്യാസ്
സിസ്റ്റം പറഞ്ഞപ്പോ അതിൽ കമ്പോണന്റ് പഠിച്ചപ്പോ അവസാന ഒരു കമ്പോണന്റ് നമ്മൾ പറഞ്ഞില്ലേ, സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് നമ്മൾ പഠിച്ചില്ലേ, അതിനകത്ത് പറഞ്ഞു പോകുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ ഫ്ലോ മീറ്റർ. അതായത് നമ്മൾ മെഡിക്കൽ ഗ്യാസുകൾ കൺസ്യൂം ചെയ്യുന്ന ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളെ അല്ലേ നമ്മൾ സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഫ്ലോ മീറ്റർ. അതെ, ഓക്സിജൻ സിലിണ്ടറിന്റെ മുകളിൽ കാണാം, അതെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് എന്താണ് ഫ്ലോ മീറ്റർ? ആ ഫ്ലോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും എന്തായിരിക്കും സംഭവം. അതായത് ഓക്കെ, നെബുലൈസിന് കണ്ടിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഈ സിലിണ്ടറിന്റെ ഒക്കെ ഭാഗങ്ങളിൽ കാണാൻ പറ്റും കേട്ടോ. അതായത് നമ്മൾ ഈ പറയുന്ന ഫ്ലോ മീറ്റർ ആണ്, ഫ്ലോ എന്നാണ് പറയുന്നത്. അതായത് മെഡിക്കൽ ഗ്യാസുകൾ വരുമല്ലോ, ആ മെഡിക്കൽ ഗ്യാസിന്റെ ഫ്ലോ, അതിന്റെ ഒഴുക്കിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ഫ്ലോ മീറ്റർ. പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും, പ്രധാനമായിട്ടും മെഡിക്കൽ ഗ്യാസുകളുടെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഫ്ലോ മീറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാം. A device that controls and gauges the flow of a fluid and gas. അതെല്ലാം ചെയ്യാം കേട്ടോ. A device that controls and gauges. Gauges എന്ന് വെച്ചാൽ എന്താ? ഗേജ് എന്ന് വെച്ചാൽ മെഷർ ചെയ്യാന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് ഇപ്പൊ ഫ്ലൂയിഡ് ആവാം, ഗ്യാസ് ആവാം, അതിന്റെ ഫ്ലോ, അതിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ മെഷർ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഇത് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, in anesthetic gas machine, it is the flow meter that gases by speed of flow based on their viscosity and density. നമ്മൾ തുടക്കം മെഡിക്കൽ എക്യുപ്മെന്റ് പറഞ്ഞപ്പോ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ചില മെഡിക്കൽ എക്യുപ്മെന്റ് നമ്മൾ സിംഗിൾ ആയിട്ട് ഉപയോഗിക്കും, മറ്റു ചില എക്യുപ്മെന്റ് മറ്റു പല ഉപകരണങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഉപകരണത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ് ഈ ഫ്ലോ മീറ്റർ. അതായത് നമ്മുടെ അനസ്തെറ്റിക് മെഷീൻ ഉണ്ടല്ലോ, അതും നമ്മൾ പഠിച്ചു. വോയിസ് മെഷീൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു മെഡിക്കൽ ഗ്യാസിനകത്ത്. അതായത് അനസ്തെറ്റിക് ഗ്യാസ് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അനസ്തെറ്റിക് വോയിസ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം അനസ്തെറ്റിക് ഗ്യാസ് മെഷീനുകളുടെ ഒരു കമ്പോണന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആളാണ് അത് ഈ ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ അവിടെ നമ്മൾ ആ ഒരു ഗ്യാസിന്റെ ഫ്ലോയിനെ, നമ്മൾ അതിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്തിട്ട് എന്തിന്റെ ബേസിലാണ്? ബേസ്ഡ് ഓൺ ദ വിസ്കോസിറ്റി ആൻഡ് ഡെൻസിറ്റി കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു ഗ്യാസിന്റെ ഫ്ലോയിനെ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് വേണം പേഷ്യന്റിന്റെ ശരീരത്തിൽ ആ മെഷീനിലോട്ട് നമ്മൾ കടത്തിവിടാനായിട്ട് അല്ലെ. അപ്പൊ അതിനായിട്ടാണ് ഫ്ലോ മീറ്റർ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഫ്ലോയിനെ എന്താ പറയാ അഫക്ട് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ് വിസ്കോസിറ്റിയും ഡെൻസിറ്റിയും. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഒരു ബലമാണ് കേട്ടോ. വിസ്കസ് ഫ്ലൂയിഡ്, വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒഴുക്കിനെ തടയുന്നതാണ്. ഒഴുക്കിനെ തടയുന്ന തരത്തിലുള്ള ഫോഴ്സ് ആണ് വിസ്കോസിറ്റി. വിസ്കോസിറ്റി കൂടാന്ന് പറയുമ്പോൾ ഒഴുക്ക് കുറവാണെന്നാണ് അർത്ഥം. അതൊക്കെ അവിടെ കിടന്നുകൊണ്ട് അത് ആവശ്യമില്ല നമുക്ക്. അപ്പൊ ഇത്തരത്തിലുള്ള വിസ്കോസിറ്റി അതുപോലെ ഡെൻസിറ്റി, സാന്ദ്രത, അതൊക്കെ ഈ ഒഴുക്കിനെ എഫക്ട് ചെയ്യുന്ന ആളാണ് അല്ലെ. അപ്പൊ ഈ രണ്ട് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് മെഡിക്കൽ ഗ്യാസിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുകയും മെഷർ ചെയ്യുകയും ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. പൊതുവെ അത് അനസ്തെറ്റിക് ഗ്യാസ് മെഷീന്റെ ഒരു കമ്പോണന്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ ഫ്ലോ മീറ്റർ എന്താണുള്ളത്? നെക്സ്റ്റ് കേട്ടോ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സിറിഞ്ച് പമ്പാണ് കേട്ടോ. സിറിഞ്ച് പമ്പ്, ഈ ചിത്രം നിങ്ങൾ നോക്കുക കേട്ടോ. ചിലവരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഒരു സിറിഞ്ച് വെച്ചിട്ടുണ്ട് കണ്ടോ. ഒരു സിറിഞ്ച് അവിടെ ഉപയോഗപ്പെടുത്തിയിരുന്നു, അതുകൊണ്ടാണ് അതിന്റെ പേര് അങ്ങനെ വന്നത് കേട്ടോ. സിറിഞ്ച് പമ്പ് എന്നാണ് പറയാ. സിറിഞ്ച് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്താ നോക്കാം നമുക്ക്. എ സിറിഞ്ച് ഡ്രൈവർ ഓർ സിറിഞ്ച് പമ്പ് രണ്ടും പറയൂ കേട്ടോ. സിറിഞ്ച് ഡ്രൈവർ ഓർ സിറിഞ്ച് പമ്പ്, ഇറ്റ് ഇസ് എ ലിറ്റിൽ ഇൻഫ്യൂഷൻ പമ്പ് കേട്ടോ. That makes some consist of the infuse and with a draw capability. ശരിക്കും പറഞ്ഞ സിറിഞ്ച് പമ്പ് എന്ന് പറഞ്ഞ എന്താണ്? ഒരു ഇൻഫ്യൂഷൻ പമ്പാണ്. ഇൻഫ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഈ മരുന്നുകൾ, ഫ്ലൂയിഡുകളൊക്കെ പേഷ്യൻസിന്റെ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്യാനായിട്ട്, ഇൻഫ്യൂസ് ചെയ്യാൻ, അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയൊരു എക്യുപ്മെന്റ് ആണ് കേട്ടോ സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു അഡ്മിനിസ്റ്റർ ഗ്രാജുവലി the small amounts of fluid bracket with or without medication to a patient or for the use in chemical and biomedical research. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഫ്ലൂയിഡുകൾ, അതിപ്പോ ചിലപ്പോൾ മെഡിസിൻസ് ആവാം, ഓക്കെ, മരുന്നുകളാവാം, മറ്റേതെങ്കിലും ഫ്ലൂയിഡ്സുകളാണ്. അത് കൃത്യമായിട്ടുള്ള നിരക്കില് അല്ലെ, കൃത്യമായിട്ടുള്ള നിരക്കില് ഇൻഫ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്. സിറിഞ്ച് പമ്പ് നമുക്ക് ഈ സിറിഞ്ചില് ഒരു നിശ്ചിത എമൗണ്ട് ഫ്ലൂയിഡ് ഓർ മെഡിസിൻ എടുക്കും. എന്നിട്ട് ഈ സിറിഞ്ച് പമ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് ടൈം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ടൈം സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്.
അപ്പൊ ആ ടൈം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയ അളവില് കൃത്യമായിട്ടുള്ള നിരക്കില് എന്താണ് ഈ പറയുന്ന ഒരു മെഡിസിൻ നമ്മുടെ IV, അതായത് നമ്മുടെ വെയിനിലോട്ട് ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്യപ്പെടും. അത് കഴിഞ്ഞ് ആ മരുന്ന് കഴിയുമ്പോൾ ഒരു ടൈം സെറ്റ് ചെയ്ത് ആ ടൈമിനുള്ളിൽ അത് ഇൻഫ്യൂസ് ചെയ്യപ്പെടും. ആ ടൈം കഴിയുമ്പോൾ ബീപ്പിംഗ് സൗണ്ട് വരെ, അപ്പൊ നമുക്കത് ഓഫ് ചെയ്തിടാം. ഓക്കെ, എളുപ്പമാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ മറ്റേ IV ഫ്ലൂയിഡ് ഒക്കെ കൊടുക്കും. IV ഫ്ലൂയിഡ് ഒക്കെ ആകുമ്പോൾ അതിന്റെ ഫ്ലോ ഒക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യേണ്ടി വരും. ഇവിടെ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് വരില്ല. കാര്യം ആ ഒരു കറക്റ്റ് ടൈം അവിടെ സെറ്റ് ചെയ്ത് വെച്ച് ആ ഒരു ടൈമിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു നിരക്കില് ഈ പറയുന്ന മെഡിസിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാതെ അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടി സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് സിറിഞ്ച് പമ്പ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? സിറിഞ്ച് പമ്പ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന മെഡിസിൻസോ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സുകളോ അത് കൃത്യമായിട്ടുള്ള നിരക്കില് എന്താണ് ഇൻഫ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള എക്യുപ്മെന്റുകളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? നെക്സ്റ്റ് നമുക്കറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന എക്യുപ്മെന്റ് ആണ് സ്റ്റെതസ്കോപ്പ്. അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ സ്റ്റെതസ്കോപ്പ്. നോക്കൂ, അണ്ടർലൈൻ ചെയ്തിരിക്കുക. The stethoscope is an auditory medical device for auscultation or listening to the inner sounds of an animal or human body. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഡാഷ് is an auditory medical device for auscultation. ഓസ്കൾട്ടേഷൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ഓസ്കൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് നമ്മുടെ ഇന്റേണൽ ബോഡി സൗണ്ടുകളൊക്കെ കേൾക്കുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് ഓസ്കൾട്ടേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിനകത്തുള്ള ചില സൗണ്ടുകളൊക്കെ ഉണ്ടല്ലോ, മർമറിങ്, അങ്ങനെ എല്ലാ സൗണ്ടുകളും കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു മെഡിക്കൽ ടെക്നിക്കിനെയാണ് നമ്മൾ ഓസ്കൾട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ഓസ്കൾട്ടേഷന് വേണ്ടിയിട്ട്, അതിപ്പോ ഹ്യൂമൻ ബോഡി ആയിക്കോട്ടെ അനിമൽ ബോഡി ആയിക്കോട്ടെ, നമ്മുടെ ഇന്നർ സൗണ്ട്സുകള് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓഡിറ്ററി, ഓക്കെ സൂപ്പർ, കറക്റ്റ്, ബബൽ സൗണ്ട് എല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സൗണ്ടുകൾ കേൾക്കുന്നതിനായിട്ട് സഹായിക്കുന്ന ഓഡിറ്ററി മെഡിക്കൽ ഡിവൈസ് ഏതാണ്? സ്റ്റെതസ്കോപ്പ് ആണ്. ഓക്കെ, നോക്ക്, ഇറ്റ് വിൽ ഹാവ് എ സ്മോൾ ഡിസ്ക് ഷേപ്ഡ് റെസനേറ്റർ. കണ്ടല്ലോ, ഇതാണ് ഒരു ഡിസ്ക് ഷേപ്ഡ്, ഇതിന്റെ റെസനേറ്റർ ആണ് കേട്ടോ. റെസനേറ്റർ ആയിട്ടാണ് പറയാം. ദാറ്റ് ഈസ് പുട്ട് അഗെയിൻസ്റ്റ് ദി ചെസ്റ്റ് അല്ലെ. ഓക്കെ, അത് കൂടാണ്ട് ആൻഡ് 2 ട്യൂബ്സ് കണക്റ്റഡ് ടു ഇയർ പീസ്. കണ്ടോ, 2 ട്യൂബുകൾ ഉണ്ട് അല്ലെ, നമ്മുടെ ഇയറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള 2 ട്യൂബുകൾ ഉണ്ട്. ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ടു ഹിയർ ദ സൗണ്ട്സ് ഓഫ് ദ ലങ്സ് ആൻഡ് ഹാർട്ട് കേട്ടോ. പൊതുവെ നമ്മുടെ ശ്വാസകോശം, ഹൃദയം, അങ്ങനെയുള്ളതിന്റെയൊക്കെ സൗണ്ടുകൾ കേൾക്കാനായിട്ടാണ് നമ്മൾ സ്റ്റെതസ്കോപ്പ് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ ഇതിനൊരു റെസനേറ്റർ ഉണ്ട് കണ്ടോ, ഡിസ്ക് ഷേപ്ഡ് റെസനേറ്റർ ഉണ്ട്. കൂടാതെ നമ്മുടെ ഇയറിലോട്ട് കണക്ട് ചെയ്യാനുള്ള ട്യൂബ്സുകളുണ്ട് അല്ലെ. ഓക്കെ, ഇത് അറിയാലോ, ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. എന്തായാലും ഓഡിറ്ററി മെഡിക്കൽ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓസ്കൾട്ടേഷൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം എഴുതാം സ്റ്റെതസ്കോപ്പ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് ഇത് ക്രാഷ് കാർട്ട്. നമ്മൾ നേരത്തെ ട്രോളി പറഞ്ഞില്ലേ, ട്രോളി പറഞ്ഞപ്പോ ക്രാഷ് കാർട്ട്, ട്രോളി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? അതേ സംഭവം, ഇതൊരു ട്രോളിയാണ്. അത് ഓപ്പൺ ആയിരുന്നു, ഇത് കുറെ കൂടെ ക്ലോസ്ഡ് ആണ് കണ്ടോ. ക്രാഷ് കാർട്ട്, ട്രോളി അല്ല, ക്രാഷ് കാർട്ട് ഇതും ഒരു ട്രോളി തന്നെയാണ് കേട്ടോ. മൂവിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. സോ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് നോൺ ബൈ അതർ നെയിംസ് ലൈക്ക്, ഈ പേരുകൾ നോട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? കോഡ് കാർട്ട് ആൻഡ് മാത്സ് കാർട്ട്, ക്രാഷ് കാർട്ട്, ഇങ്ങനെയൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെടും. കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. കോഡ് കാർട്ട് കേട്ടോ, ഈ കോഡല്ല കേട്ടോ, CORD കോഡല്ല, ഈ കോഡാണ്, CODE കോഡാണ് കേട്ടോ. കോഡ് കാർട്ട് അല്ലെങ്കിൽ എന്ത് പറയാം, മാത്സ് കാർട്ട് എന്ന് പറയാം കേട്ടോ. ഇതാണ് ക്രാഷ് കാർട്ട് അല്ലെങ്കിൽ മാത്സ് കാർട്ട്, കോഡ് കാർട്ട് എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഏതൊക്കെയാണ്? ക്രാഷ് കാർട്ട് അല്ലെങ്കിൽ കോഡ് കാർട്ട്, കോഡ് കാർട്ട് അല്ലെങ്കിൽ മാത്സ് കാർട്ട്, ഈ 3 പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അണ്ടർലൈൻ ചെയ്യുക. നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്, ക്രാഷ് ആണ് അല്ലെ. അതായത് എമർജൻസി സിറ്റുവേഷനിലുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സുകളും ഇൻസ്ട്രുമെന്റുകളൊക്കെ ക്യാരി ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു മൂവിംഗ് ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ ക്രാഷ് കാർട്ട് അഥവാ കോഡ് കാർട്ട്, മാത്സ് കാർട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ വായിക്കാം. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ട്രേസ്, ഡ്രോയേഴ്സ് ഓർ ഷെൽഫ്സ് ഓൺ വീൽസ് used in hospitals for transportation and dispensing of emergency medication or equipment at the site of medical or surgical emergency for the life support protocols to potentially save the someone's life. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ ധാരാളം ഡ്രോയറുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതിനകത്ത് ഡ്രോയറുകള്, ട്രേകള്, ഷെൽഫുകൾക്ക് അങ്ങനെ വലിച്ചടയ്ക്കാനൊക്കെ പറ്റും. ആ ടൈപ്പ് ഒരു എന്താ പറയാ കാർട്ടാണ് കേട്ടോ ക്രാഷ് കാർട്ട് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും അറിയാലോ, എമർജൻസി സിറ്റുവേഷനിൽ മെഡിക്കൽ സർജിക്കൽ എക്യുപ്മെന്റുകളൊക്കെ ക്യാരി ചെയ്യാനായിട്ട്.
പ്രത്യേകിച്ച് ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോൾ ACLS എന്ന് വെച്ചാൽ അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്, ALS എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്നുള്ളതാണ് കേട്ടോ. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ കാർഡിയാക് അറസ്റ്റ് പോലെ സിവിയർ ഇഞ്ചുറി പോലുള്ള എമർജൻസി മെഡിക്കൽ എമർജൻസി ഒക്കെ വരുന്ന സിറ്റുവേഷനിൽ ഈ പറയുന്ന എമർജൻസി മെഡിക്കേഷൻസും എക്യുപ്മെന്റുകളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ ക്രാഷ് കാർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? ക്രാഷ് കാർട്ട് മനസ്സിലായില്ലേ? അതിന് എന്താണ് കുറെ കൂടെ ഡ്രോയറുകള് ഷെൽഫുകൾ ഇതൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നെബുലൈസർ. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അത് വീടുകളിലൊക്കെ ചിലവരുടെ വീടുകളിലെങ്കിലൊക്കെ ഉണ്ടാവും അല്ലെ. ALS എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്നാണ് കേട്ടോ. ACLS പറഞ്ഞ അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. അതായത് നമ്മുടെ കാർഡിയാക് എമർജൻസി ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു കാർട്ട് നമ്മൾ പൊതുവെ ഉപയോഗിക്കുക കേട്ടോ. അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് എപ്പോഴാണ് ആവശ്യം വരിക? എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴാണ് അല്ലെ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പെട്ടെന്ന് തന്നെ മെഡിക്കൽ എക്യുപ്മെന്റുകളും സപ്ലൈസുകളും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ക്രാഷ് കാർട്ട്. ഇത് ഓപ്പൺ അല്ല കേട്ടോ, ക്ലോസ്ഡ് ആണ്. കാരണം ഇതിനകത്ത് ഒരുപാട് ഡ്രോയറുകൾ ഷെൽഫുകളൊക്കെ ഒത്തിരി സാധനങ്ങൾ ഇതിനകത്ത് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തതാണ് നെബുലൈസർ. നെബുലൈസർ ഒക്കെ നമുക്ക് പരിചയമുള്ളതാണ് അല്ലെ. എന്തിനാ നെബുലൈസർ പൊതുവെ ഉപയോഗിക്കാൻ? ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾക്ക് ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഈ പറയുന്ന മെഡിക്കേഷൻസ് ലങ്സിലേക്ക് ക്യാരി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? നെബുലൈസർ ഉപയോഗപ്പെടുത്തുന്നത് അല്ലെ. ഓക്കെ, ഇറ്റ് ഈസ് എ ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ഗീവ് ദ മെഡിക്കേഷൻ ഇൻ ദ ഫോം ഓഫ് എ മിസ്റ്റ് ഇൻഹേൽഡ് ഇൻ ടു ദ ലങ്സ് കേട്ടോ. മിസ്റ്റ് രൂപത്തില്, മിസ്റ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന വാതക രൂപത്തിലുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ വാതക രൂപത്തിന് നമ്മുടെ ശ്വാസകോശത്തിനകത്തേക്ക് മെഡിസിൻസുകൾ എന്താണ് ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ദാറ്റ് ഈസ് കോൾഡ് നെബുലൈസർ. നിങ്ങളോട് ചോദിക്കുകയാണ്, ദാറ്റ് ഈസ് എ ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ഗീവ് ദ മെഡിക്കേഷൻ ഇൻ ദ ഫോം ഓഫ് എ മിസ്റ്റ് എന്നൊക്കെ കണ്ട് ചോദിക്കുകയാണെങ്കിൽ ഇൻഹേൽഡ് ഇൻ ടു ദ ലങ്സ് എന്ന് പറഞ്ഞാൽ ഉത്തരം എന്താണ്? നെബുലൈസർ ആണ് കേട്ടോ. മിസ്റ്റ് രൂപത്തില്, ഗ്യാസിന്റെ രൂപത്തില് മെഡിക്കേഷൻ ശ്വാസകോശത്തിനകത്തോട്ട് ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് നെബുലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, നെബുലൈസേഴ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് സൈക്ലിക് ഫൈബ്രോസിസ്, ആസ്മ, COPD ആൻഡ് അതർ റെസ്പിറേറ്ററി ഡിസീസസ് ഓഫ് ഡിസോർഡേഴ്സ്. അപ്പൊ പൊതുവെ നമ്മൾ നെബുലൈസർ എപ്പോഴാണ് സാധാരണ ഉപയോഗിക്കാം? നമുക്ക് ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നം അല്ലെ, ഭയങ്കര സിവിയർ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന സമയത്ത്, കഫക്കെട്ടൊക്കെ ഉള്ള സമയത്ത്, ചുമ അല്ലെ, സിവിയർ കഫൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നെബുലൈസർ ഉപയോഗിക്കുന്നത്. അതാണ് അവിടെ കാര്യം. സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ജെനറ്റിക് ഡിസോർഡർ ആണ്. അതായത് നമ്മുടെ ശ്വസന നാളങ്ങളിലൊക്കെ ബ്ലോക്ക് വരികയാണ്. അപ്പൊ മ്യൂക്കസ് ഒക്കെ വന്ന് നിറഞ്ഞ് കമ്പൊക്കെ ഇങ്ങനെ കെട്ടി നിന്ന് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതൊരു ജെനറ്റിക് ഡിസോർഡർ ആണ് കേട്ടോ. ആവി പിടിക്കാൻ വേറൊരാൾ വരുന്നുണ്ട്, സ്റ്റീം ഇൻഹേലർ ആണ് കേട്ടോ. ഓക്കെ, സ്റ്റീം ഇൻഹേലറിന് നമ്മൾ മെഡിസിൻ അല്ല സ്റ്റീം മാത്രമേ എടുക്കുള്ളൂ. പക്ഷെ നെബുലൈസറിൽ അങ്ങനെയല്ല, നമ്മൾ മെഡിസിൻ ആണ് അവിടെ എടുക്കുന്നത് കേട്ടോ. അതാണ് ഇതിന്റെ ഒരു വ്യത്യാസം കേട്ടോ. സ്റ്റീം ഇൻഹേലർ എന്ന് പറയുമ്പോൾ നമ്മൾ ആവി മാത്രമേ നമ്മൾ പിടിക്കുന്നുള്ളൂ, നമ്മൾ വേറെ മെഡിസിൻസ് ഒന്നും അതിനകത്ത് കലർത്തോ അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ നെബുലൈസർ എന്ന് പറയുന്നത് ശരിക്കും മെഡിസിൻ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റി വിടാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് കേട്ടോ. മെഡിസിൻ മിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അറിയാം. അപ്പൊ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു ജെനറ്റിക് ഡിസോർഡർ ആണ്. നമ്മുടെ ശ്വസന നാളങ്ങളൊക്കെ ബ്ലോക്ക് വരുന്ന ഒരവസ്ഥ കേട്ടോ. ആസ്മ അറിയാലോ, ശ്വാസം മുട്ടല്, COPD ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അല്ലെ. അങ്ങനെ മറ്റു പല റെസ്പിറേറ്ററി ഡിസീസുകളുടെയൊക്കെ സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന എക്യുപ്മെന്റ് ഏതാണ്? നെബുലൈസർ ആണ്. ഓക്കെ, അടുത്ത ആളാണ് നിങ്ങൾ പറഞ്ഞ സ്റ്റീം ഇൻഹേലർ. സ്റ്റീം ഇൻഹേലർ എന്ന് പറയുമ്പോൾ ഓർക്കാട്ടോ, നെബുലൈസർ അത് നമ്മൾ വ്യത്യാസം ഓർക്കാം. നെബുലൈസറിൽ നമ്മൾ മെഡിസിൻസ് ആണ് എടുക്കുന്നത്, മെഡിസിൻസ് മിക്സ് ചെയ്തിട്ട് അത് എടുക്കുന്നു. സ്റ്റീം ഇൻഹേലർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓൺലി ഫോർ സ്റ്റീമിംഗ് പർപ്പസ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് മെഡിസിൻ ഒന്നും ചേർക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്റ്റീം ഇൻഹേലറിന്റെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒന്നും കലർത്തരുത്, ഒന്നും കലർ മിക്സ് ഒന്നും ചെയ്തിട്ട് ഇൻഹേൽ ചെയ്യരുത് എന്നൊക്കെ അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പൊ നോക്കാം കേട്ടോ. The most common and major benefit of the natural steam inhalation therapy is the marvelous way of treating respiratory problems or complications generated with the warm and moist air while inhaling within this process of steam inhalation. അതായത് എന്താണ് പറയുന്നത്, നമ്മൾക്കിപ്പോ ചൂട് മൂലം അല്ലെങ്കിൽ ഈർപ്പമുള്ളത് വെച്ചാൽ നമ്മൾ സീസണൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരിക, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വാം ആൻഡ് മോയിസ്റ്റ് എയർ അല്ലെ, അതായത് പ്രോബ്ലംസ് ഓഫ് കോംപ്ലിക്കേഷൻ ജനറേറ്റഡ് വിത്ത് ദ വാം ആൻഡ് മോയിസ്റ്റ് എയർ. അതായത് നമുക്ക് ചൂട് മൂലം അല്ലെങ്കിൽ ഈർപ്പമുള്ളത് മൂലം
നമുക്ക് വരുന്ന ചില ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസുകളൊക്കെ പരിഹരിക്കുന്നതിനായിട്ട് നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് സ്റ്റീം ഇൻഹേലർ അല്ലെ. ജസ്റ്റ് സ്റ്റീം എടുക്കാനുള്ള പർപ്പസ് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, പിന്നെന്താണ് അടുത്തത്? അത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്താണ്? എക്കോയാണ് കേട്ടോ. എന്താണ്? എക്കോയാണ്. ഇതുവരെയുള്ള എക്യുപ്മെന്റ് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇത്രയും വരെയുള്ള എക്യുപ്മെന്റ് ഓക്കെ ആണോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ക്ലിയർ ആണ്. അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എക്കോയാണ് കേട്ടോ. എക്കോ കാർഡിയോഗ്രഫി എന്നാണ് പറയുക കേട്ടോ. എക്കോ കാർഡിയോഗ്രഫി. എക്കോ അല്ലെ, നമ്മൾ ഒരുപാട് കേട്ടില്ലേ? എന്തിനുള്ള ടെസ്റ്റ് ആണത്? ഹാർട്ടിന്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെ, നമ്മുടെ അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹൃദയ പരിശോധന നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ് എന്ത്? എക്കോ കാർഡിയോഗ്രഫി. ഇങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. എക്കോ എന്ന വാക്ക് പൊതുവെ എന്തുമായിട്ട് ബന്ധപ്പെട്ടത്? സൗണ്ടായിട്ട് ബന്ധപ്പെട്ടത്. നിങ്ങൾ പറയല്ലേ എക്കോ കേൾക്കുന്നുണ്ട്. എക്കോ എന്ന് പറയുന്ന സൗണ്ടാണ്, സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. അപ്പൊ ചിന്തിക്കാം, അൾട്രാസൗണ്ട് വേവ്സ് ആണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. ECG എക്കോ എന്ന അങ്ങോട്ടുകൾ മാറിപ്പോകരുത് കേട്ടോ. ECG എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യാണ്. എക്കോ എന്ന് പറയുമ്പോൾ സൗണ്ടായിട്ട് റിലേറ്റഡ് ആയ വാക്കാണ്. അപ്പൊ അൾട്രാസൗണ്ട് തരംഗങ്ങൾ, അൾട്രാശബ്ദ തരംഗങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഹൃദയ പരിശോധന നടത്തുന്ന ഒരു ടെക്നിക് ടെസ്റ്റ് ആണ് എക്കോ കാർഡിയോഗ്രഫി. പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ അറകള്, വാൽവുകള്, ഇതൊക്കെ നമുക്ക് ഇമേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എക്കോ ടെസ്റ്റ്. എക്കോ കാർഡിയോഗ്രഫി എന്നാണ് പറയുക. ചെയ്തവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. The test is also known in the name of echocardiography or diagnostic cardiac ultrasound. അല്ലെ, അൾട്രാസൗണ്ട് എന്ന് പറയുമ്പോൾ സാധാരണ ഫ്രീക്വൻസി ഉള്ള സൗണ്ട് വേവ്സ് അല്ലാട്ടോ, അതിലും ഹൈ ഫ്രീക്വൻസി ഉള്ള സൗണ്ട് വേവുകൾ കേട്ടോ, ശബ്ദ തരംഗങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഹൃദയ പരിശോധന നടത്തുന്ന ഈ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ എക്കോ കാർഡിയോഗ്രഫി എന്ന് പറയുന്നത് കേട്ടോ. Echo uses sound waves to design the pictures of your heart chambers, valves and the blood vessels. അല്ലെ, നമ്മൾ ഈ ഇത്തരത്തിൽ എക്കോ എന്ന് പറയുന്ന സൗണ്ടായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അവിടെ അൾട്രാസൗണ്ട് വേവുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹൃദയത്തിന്റെ അറകള്, വാൽവുകള്, ഭിത്തികള്, മറ്റുള്ള ബ്ലഡ് വെസൽ, പ്രത്യേകിച്ച് അയോർട്ട, ആർട്ടറീസ് ആൻഡ് അയോർട്ട എന്ന് വെച്ചാൽ മഹാധമനിയാണ് കേട്ടോ. നമ്മുടെ ഹൃദയത്തിൽ ശുദ്ധരക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന ധമനിയാണ് അയോർട്ട എന്ന് പറയുന്നത്. മെയിൻ ആളാണ് കേട്ടോ. ആർട്ടറി അറിയാലോ, ധമനികള്, വെയിനുകള്, അങ്ങനെയുള്ള ബ്ലഡ് വെസലുകളൊക്കെ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് അതിന്റെ പ്രോബ്ലംസ് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് കേട്ടോ. അറ്റാച്ച്ഡ് ടു യുവർ സ്കിൻ എന്നാണ് കേട്ടോ. അവിടെ നിന്ന് തിരുത്തണേ, ഹീൽ എന്നാണ് എടുത്തത്, സ്കിൻ ആണ് കേട്ടോ. സ്കിന്ന് ഓക്കെ, ഇതൊന്ന് കറക്റ്റ് ആക്കുക കേട്ടോ. ബ്ലഡ് വെസൽസ് അറ്റാച്ച്ഡ് ടു യുവർ സ്കിൻ. ഓക്കെ, കണ്ടോ ഇവിടെ ഒരു പ്രോബ് ഉപയോഗിക്കുന്നുണ്ട്. എ പ്രോബ് കോൾഡ് എ ട്രാൻസ്ഡ്യൂസർ പാസ് ഓവർ യുവർ ചെസ്റ്റ്. പിക്ചർ നോക്കിയേ, കണ്ടോ ഇവിടെ ഒരു പ്രോബ്, ഇതിന് പ്രോബ് എന്നാണ് പറയാം. പ്രോബ് അഥവാ ട്രാൻസ്ഡ്യൂസർ. ഇവിടെ ചെറുതായിട്ട് ജെല്ലൊക്കെ തേച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്കിന്നിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്കിൻ നമ്മുടെ ഹാർട്ടിന്റെ ഭാഗത്ത് നമ്മളിങ്ങനെ എന്ത് ചെയ്യും? അതിന് മൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ഹാർട്ടിന്റെ ചാമ്പറുകള്, വാൽവുകള്, ഇതെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട്, കാണാനായിട്ട് സാധിക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ, കണ്ടോ? ഇപ്പൊ എന്ന് പറയുന്ന അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിച്ചിട്ട് ഹൃദയ പരിശോധന നടത്തുന്ന ആ ഒരു എന്താ പറയാ ടെസ്റ്റിനെയാണ് എക്കോ ടെസ്റ്റ് അഥവാ എക്കോ കാർഡിയോഗ്രഫി എന്ന് പറയുന്നത്. അതിനായിട്ടൊരു പ്രോബ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ പ്രോബ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് EEG ആണ് കേട്ടോ. ഇതാണ് EEG. EEGയുടെ ഫുൾ ഫോം അവിടെ എഴുതിയിട്ടില്ല, അപ്പൊ നിങ്ങൾ എഴുതി വെക്കുക. എന്താണ്? ഇലക്ട്രോ എൻസെഫലോഗ്രാം. എന്താണ്? ഇലക്ട്രോ എൻസെഫാലോഗ്രാം. ഇലക്ട്രോ ELECT ആണോ കേട്ടോ. ഇലക്ട്രോ എൻസെഫാലോ. നമ്മൾ സെഫാലോ ഇവിടെ പഠിച്ചിട്ടുണ്ട്, മെഡിക്കൽ ടെർമിനോളജിയിൽ പഠിച്ചിട്ടുണ്ട്, റിലേറ്റഡ് ടു ബ്രെയിൻ അല്ലെ. എൻസെഫാലോ ENCEPHALO കേട്ടോ. എൻസെഫലോ ഗ്രാഫ് കേട്ടോ. ഗ്രാഫ് GRAPH ഗ്രാഫ്. ഓക്കെ, നോക്കൂ എന്താണ് ECG പഠിച്ച ECG എന്താണ്? അത് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ECG ഉപയോഗിക്കുന്നതെങ്കിൽ EEG എന്ന് പറഞ്ഞ സെഫാലോ ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് EEG മെഷീൻ. ക്ലിയർ ആയോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഒന്ന് ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യാൻ ECG ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ, നമ്മുടെ തലച്ചോറിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ്
EEG ട്ടോ. ഫുൾ ഫോം പഠിച്ചു വെക്കണം ട്ടോ. ഇലക്ട്രോഎൻസെഫലോഗ്രാം. ഓക്കെ, നമുക്ക് വായിക്കാം. An EEG is used to find the problems in the electrical function of the brain. Electrical function of the brain കണ്ടോ ഉടനെ ഓർക്കാം EEG ആണ് ട്ടോ. That may be connected with the certain brain disorders. അറിയാലോ, നമ്മുടെ മസ്തിഷ്കം അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ചില എന്താ പറയുക ഡിസോർഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ഫങ്ഷൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് EEG ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, the measurements given by an EEG are used to verify the various conditions including seizure disorders, that means epilepsy and head injury, etc. നമ്മളപ്പോ ഇത്തരത്തിലുള്ള EEG മെഷർമെന്റ്സ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ ബ്രെയിൻ സംബന്ധമായിട്ടുള്ള ചില കണ്ടീഷൻസ് പ്രത്യേകം എടുത്ത് പറയുന്നത് സീഷ്വർ ഡിസോർഡർ. സീഷ്വർ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എപ്പിലെപ്സി ആണ്, അപസ്മാരം. അതന്നെ അപസ്മാരമാണ് കേട്ടോ എപ്പിലെപ്സി. എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ അപസ്മാരമാണ്. നമ്മുടെ ഈ പറയുന്ന ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് നമുക്ക് അപസ്മാരമൊക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, അത് ഈ ഇലക്ട്രിക്കൽ ഫംഗ്ഷനിൽ വരുന്ന ഡിസോർഡർ കാരണം കൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ അപസ്മാരമൊക്കെ വരുന്നത്. ഒരു ജനറ്റിക് ഡിസോർഡർ കൂടിയാണ് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള എപ്പിലെപ്സി, ഹെഡ് ഇഞ്ചുറി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്താണ് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? EEG ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ഓഫ് ദ ബ്രെയിൻ ആണെങ്കിൽ EEG, ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ഓഫ് ദ ഹാർട്ട് ആണെങ്കിൽ അത് ECG. ഓക്കെ, മാറിപ്പോകുന്നത് കേട്ടോ. ഓക്കെ, എക്കോ എന്ന് പറയുന്നത് സൗണ്ട് ആയിട്ട് കണക്ട് ചെയ്യുന്നോട്ടോ. അപ്പൊ അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ അളവുകൾ പരിശോധിക്കുന്ന എക്കോ ടെസ്റ്റ് കേട്ടോ. പലർക്കും ECG എക്കോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മാറിപ്പോകില്ല. ഇത് പറഞ്ഞു. ഓക്കെ, അടുത്തതാണ് ഒഫ്താൽമോസ്കോപ്പ് കേട്ടോ. അടുത്ത എക്യുപ്മെന്റ് ആണ് ഒഫ്താൽമോസ്കോപ്പ്. ഒഫ്താൽമോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഒഫ്താൽമോസ്കോപ്പ് എന്തായിരിക്കും? നമ്മുടെ നേത്ര പരിശോധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഒഫ്താൽമോസ്കോപ്പ് എന്ന് പറയുന്നത്. അതായത് ഐസ് ആണ് കേട്ടോ. നമുക്ക് വായിക്കാം. Ophthalmoscope also called fundoscopy. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഈ ഫണ്ടോസ്കോപ്പിനെ കേൾക്കും അതെന്താണ് ആ എക്യുപ്മെന്റ് ഞങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ എന്നൊന്നും വിചാരിക്കരുത്. ഒഫ്താൽമോസ്കോപ്പിനെ പറയുന്ന മറ്റൊരു പേരാണിത് ഫണ്ടോസ്കോപ്പി. എന്തുകൊണ്ട് അങ്ങനെ പേര് വരാൻ കാരണം? ഫണ്ടസ്. ഇതാണ് ഫണ്ടസ് എന്ന് അറിയാമോ? നമ്മുടെ ഐയുടെ ഇന്നർ ലെയർ ആണ് കേട്ടോ. നമ്മുടെ ഇന്നർ ലെയർ ഓഫ് ദ ഐസ് ആണ്. നമ്മുടെ കണ്ണിന് പ്രധാനമായിട്ടും 3 ലെയർ ഉണ്ട് കേട്ടോ. അതായത് കൊറോയിഡ്, അതായത് ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം എന്നൊക്കെ പറഞ്ഞിട്ട് 3 ലെയറുകൾ ഉണ്ട് നമുക്ക്. അപ്പൊ അതിന്റെ ഇന്നർ ലെയർ ഓഫ് ദ ഐ എന്ന് വെച്ചാൽ നമ്മുടെ റെറ്റിനയൊക്കെ ഉണ്ടല്ലോ, റെറ്റിന, അതുപോലെ തന്നെ എന്താ നമ്മുടെ നെർവുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും ഇന്നർ ലെയറിനാണ്. ആ ലെയറിനെയാണ് നമ്മൾ ഫണ്ടസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഇന്നർ ലെയർ റെറ്റിന, അവിടുത്തെ നെർവുകളൊക്കെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഫണ്ടസ് എന്നാണ് ആ വാക്ക് പറയാം. ഫണ്ടസ്, അതുകൊണ്ടാണ് അതിന്റെ പേര് ഫണ്ടോസ്കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ടിംപാനിക് തെർമോമീറ്റർ എന്ന് പറയുന്നത് ടിംപാനത്തിൽ ടച്ച് ചെയ്യുന്നത് കൊണ്ടാണ്. എന്നതുപോലെ ഫണ്ടസ് എന്ന് പറഞ്ഞ ഇന്നർ ലെയർ ഓഫ് ദ ഐ ആണ്, ദാറ്റ് ഇൻക്ലൂഡിംഗ് ദ റെറ്റിന. ഓക്കെ, നമ്മുടെ കാഴ്ച സാധ്യമാക്കുന്ന റെറ്റിന ഉൾപ്പെടുന്ന ആ ഒരു ഭാഗം ഫണ്ടസ് എന്നാണ് പറയുക. അതുകൊണ്ടാണ് ഫണ്ടോസ്കോപ്പിന്റെ പേര് വന്നത് കേട്ടോ. ഇറ്റ് ഈസ് ദ ടെസ്റ്റ് വിച്ച് പെർമിറ്റ്സ് കോർണിയ പക്ഷെ ഉൾഭാഗം അല്ല കേട്ടോ, പുറം ഭാഗത്താണ് കോർണിയ വരുന്നത്. ഏറ്റവും ഔട്ടർ ലെയറിലാണ് കോർണിയ വരുന്നത്. ഫണ്ടസ് എന്ന് പറഞ്ഞ ഇന്നർ ലെയർ ആണ്, അവിടെയാണ് റെറ്റിന വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. Health professional ophthalmoscope also called fundoscopy. It is a test which permits a health professional to watch inside the fundus of the eye and other structures using an ophthalmoscope. Ophthalmoscope ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കണ്ണിന്റെ ഇന്നർ ലെയർ എന്താണ് ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ഒബ്സർവ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഒഫ്താൽമോസ്കോപ്പ്. ചിത്രത്തിൽ കാണാൻ പറ്റും. It is performed as a part of an eye examination and may be performed as a part of a customary physical examination. സാധാരണ നമ്മൾ നേത്ര പരിശോധനയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതല്ലെങ്കിൽ as a part of a customary എന്ന് വെച്ചാൽ പതിവ് പരിശോധനകൾ കേട്ടോ. അതെ, അൾട്രാസൗണ്ട് എക്കോ എന്ന് പറയുന്നത് എക്കോ കാർഡിയോഗ്രഫി ആണ് കേട്ടോ. അൾട്രാസൗണ്ട് സ്കാനിങ് വേറെ, അത് സ്കാനിങ് വേറെ കേട്ടോ. അൾട്രാസൗണ്ട് സ്കാനിങ് വേറെ, അവിടെയും അൾട്രാസൗണ്ട് വേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. എക്കോ എന്ന് പറഞ്ഞ ഹൃദയത്തിന് നടത്തുന്ന പരിശോധനയാണ്. ഇതേ അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് ഹൃദയ പരിശോധനയ്ക്കാണ് എക്കോ എന്ന് പറയുന്നത് കേട്ടോ. മറ്റേത് അൾട്രാസൗണ്ട് സ്കാനിങ്, അവിടെയും അൾട്രാസൗണ്ട് വേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. അത് സ്കാനിങ് ആണ്. ഇതൊക്കെ പറഞ്ഞാൽ എന്താണ്? എക്കോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്പെഷ്യലി ഡിസൈനഡ് ഫോർ ദ ഹാർട്ടിന്റെ എന്താ പറയാ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് എക്കോ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ,
ഇനി എന്താ പറഞ്ഞുള്ളത്? അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നേത്ര പരിശോധനയുടെ ഭാഗമായിട്ട് കസ്റ്റമറി എന്ന് പറഞ്ഞ പതിവ് പരിശോധന പതിവ് പരിശോധനയുടെ ഭാഗമായിട്ടൊക്കെ ഒഫ്താൽമോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഹോൾഡർ മോണിറ്റർ. ഞാനൊരു 11:45 വരെ ക്ലാസ് എടുക്കും കേട്ടോ, 11:45 വരെ ക്ലാസ് എടുക്കും കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപർണ മിസ്സിന്റെ ക്ലാസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അടുത്തതാണ് ഹോൾഡർ മോണിറ്റർ കേട്ടോ. ഹോൾഡർ മോണിറ്റർ പിക്ചർ ഒന്ന് നോക്കിക്കോ കേട്ടോ. എന്താണ് വ്യത്യാസം? ഇത് പഠിക്കുമ്പോൾ നമുക്ക് ECG ആയിട്ട് ഒരു കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, ECG ആയിട്ട് കൺഫ്യൂഷൻ വരരുത്, അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്തിരിക്കുക കേട്ടോ. ഹോൾഡർ മോണിറ്റർ എന്താണെന്ന് അറിയോ? ഹോൾഡർ മോണിറ്റർ is a portable device which operates with the help of a battery. Okay, ഒരു ബാറ്ററിയുടെ സഹായത്തോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു പോർട്ടബിൾ ഡിവൈസ്. പോർട്ടബിൾ എന്ന് വെച്ചാൽ നമുക്ക് ഈസി ടു ഹാൻഡിൽ ആണ്, നമുക്ക് ഹാൻഡിൽ ചെയ്യാം, മടക്കി സൂക്ഷിക്കാന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. മീൻസ് നമുക്ക് ഈസി ടു ഹാൻഡിൽ, നമുക്ക് ഈസി ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്ന, ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ഹോൾഡർ മോണിറ്റർ എന്ന് പറയുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നത്? ഇറ്റ് മെഷേഴ്സ് ആൻഡ് റെക്കോർഡ്സ് യുവർ ഹാർട്ട് ഫംഗ്ഷനിങ്, ദാറ്റ് മീൻസ് ECG. എത്ര സമയമാണ്? കോൺസ്റ്റന്റ്ലി ഫോർ 24 to 48 hours or longer depending on the type of monitoring. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ECG പറഞ്ഞ ടൈം നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ പറഞ്ഞത്. ഇവിടെയും എന്ത് തന്നെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ഹാർട്ടിന്റെ എന്താണ് ഹാർട്ട് ഫംഗ്ഷനിങ് ECG തന്നെയാണ് നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷെ എന്താണ് 24 to 48 hours ആണ്. അതായത് 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ തുടർച്ചയായി ഹൃദയത്തിന്റെ ECG അല്ലെങ്കിൽ ഹൃദയ പരിശോധന അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പോർട്ടബിൾ ഡിവൈസ് ആണ് ഹോൾഡർ മോണിറ്റർ എന്ന് പറയുന്നത്. വ്യത്യാസം മനസ്സിലായോ? ECG എന്ന് പറഞ്ഞ പോർട്ടബിൾ ഡിവൈസ് ആണോ? അല്ല. പിന്നെ അത് 24 to 48 hours ആണോ മെഷർ ചെയ്യുക? അല്ല, അത് ഏതാനും മിനിറ്റുകൾ മാത്രമാണ്, ഏകദേശം കുറച്ച് സമയം മാത്രം ഉള്ള ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ മാത്രമാണ് ECG മെഷർ ചെയ്യുന്നത്. ഹോൾഡർ മോണിറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇതൊരു പോർട്ടബിൾ ഡിവൈസ് ആണ്. അത് മാത്രമല്ല 24 മണിക്കൂർ എന്താണ് ജോബ് ചെയ്യുമ്പോൾ അതെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റണം. അതായത് ഒരു 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് ഹൃദയത്തിന്റെ ECG റെക്കോർഡ് ചെയ്യാം. ചിലപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും ECG എടുക്കുമ്പോൾ ഒരു ഇതെന്താ പറയുക, ആ ഒരു നമുക്ക് അറ്റാക്ക് വന്നിട്ടാവും നമ്മൾ ചിലപ്പോൾ ECG എടുക്കുന്നത്. പക്ഷെ ഈ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞൊരു പർട്ടിക്കുലർ ടൈമിങ്ങിൽ, ഒരു സെക്കൻഡ് ഓഫ് ടൈമിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ ചിലപ്പോൾ ECG എടുക്കുമ്പോൾ അതിൽ ചിലപ്പോൾ വേരിയേഷൻ കാണിച്ചോളാം ചിലപ്പോൾ. കാരണം അതൊരു 5 സെക്കൻഡിൽ ചിലപ്പോൾ നടക്കുന്ന ഒരു സംഭവമായിരിക്കും. ആ ഒരു സെക്കൻഡില് അതൊന്ന് പോയിക്കോളും. പക്ഷെ അത് കഴിഞ്ഞ് ചിലപ്പോൾ ECG ചെയ്യുന്നത് ചിലപ്പോൾ ആ വേരിയേഷൻ ചിലപ്പോൾ കാണിച്ചു കൊടുക്കും. അതേസമയം നമുക്ക് ഹോൾഡർ മോണിറ്റർ വെക്കുമ്പോൾ തുടർച്ചയായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ശരിക്കും വേരിയേഷൻ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതാണൊരു വ്യത്യാസം. അതുകൊണ്ട് ഞാൻ സഞ്ജിത്ത് ചോദിച്ച പോലെ അതിനെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് നമ്മുടെ ECG റെക്കോർഡ് ചെയ്യുന്നതിനായിട്ട് പോർട്ടബിൾ ഡിവൈസ് ആണ്. പോർട്ടബിൾ ആക്കാൻ തന്നെ കാരണം എന്താണ്? ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോർട്ടബിൾ ആക്കിയത്. ഓക്കെ, ഓക്കെ. അപ്പൊ ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് മോണിറ്റർ യൂസ്. അത് തന്നെ ECG ഓവർ എ പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ ഹോൾഡർ മോണിറ്റർ 24 into 48 hours. പിന്നെ ECG എന്തെല്ലാം പോർട്ടബിൾ ഡിവൈസ് അല്ല, പക്ഷെ ഹോൾഡർ മോണിറ്റർ എന്താണ്? നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും അല്ലെ, പോർട്ടബിൾ ഡിവൈസ് ആണ് കേട്ടോ. ഓക്കെ, അതാണ് ഒരു വ്യത്യാസം. ഇനി നോക്കുക, the instrument has the size of a small camera. കണ്ടല്ലോ, ഈ ഇൻസ്ട്രുമെന്റ് റെക്കോർഡർ ആണ് കേട്ടോ. ഇതിന്റെ ഒരു ക്യാമറയുടെ വലിപ്പം മാത്രമേ ഉള്ളൂ. And it has wires with a silver dollar size electrodes that is fixed to your skin. കണ്ടോ, ഇതുപോലെ തന്നെ ഇലക്ട്രോഡ് ഉണ്ട്, ഒരു സിൽവർ എന്താ പറയാ ഡോളർ സൈസ് ഇലക്ട്രോഡ് ഉണ്ട്. ധാരാളം ഇലക്ട്രോഡുകൾ ഉണ്ട്. ഈ ഇലക്ട്രോഡുകൾ നമ്മൾ ചെസ്റ്റില് നമ്മുടെ സ്കിന്നിന്റെ ഭാഗത്തായിട്ട് അറ്റാച്ച് ചെയ്യും. ഇനി ഈ പറയുന്ന ഇലക്ട്രോഡുകളെല്ലാം തന്നെ ഈ പറയുന്ന റെക്കോർഡർ ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഹോൾഡർ മോണിറ്റർ, ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഈ ഒരു റെക്കോർഡർ എന്ന് പറയുന്നത് അതൊന്നില്ലെങ്കിൽ നമ്മൾ ബെൽറ്റിൽ ഇങ്ങനെ കണക്ട് ചെയ്തിടും. ഓക്കെ, നമ്മുടെ ക്യാരി ചെയ്യാൻ പറ്റുമല്ലോ. സോ അതിങ്ങനെ ബെൽറ്റിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇലക്ട്രോഡുകൾ അറ്റാച്ച്ഡ് ടു റെക്കോർഡർ ആണ് കേട്ടോ. അപ്പൊ ഈ 24 into 48 hours എത്ര സമയമാണെന്ന് വെച്ചാൽ അത്രയും സമയം ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡറിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ആ ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഏതെങ്കിലും തരത്തിൽ ഹാർട്ടിന്റെ റിതമിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ റെക്കോർഡറിൽ പതിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്കത് അനലൈസ് ചെയ്തിട്ട് താഴെ സാധിക്കും. ഓക്കെ, മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ അത്രയും ഉള്ളൂ ഹോൾഡർ മോണിറ്റർ. എനിക്കല്ലേ ഹോൾഡർ മോണിറ്റർ.
അപ്പൊ ഇവരോട് ചോദിക്കുകയാണ് 24x40 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് ECG റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് ECG മെഷീൻ കൊണ്ട് എഴുതിയൊക്കെ എത്തിട്ടാ. അത് ഹോൾട്ടർ മോണിറ്റർ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതൊരു പോർട്ടബിൾ ഡിവൈസ് ആണ് കേട്ടോ. അതാണ് അവ തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് കാർഡിയാക് ടേബിൾ ആണ് കേട്ടോ. ഇതാണ് കാർഡിയാക് ടേബിൾ ആണ്. കാർഡിയാക് ടേബിളിന്റെ പിക്ചർ നോക്കിയപ്പോ a table in the hospital for the patient use well hospital കേട്ടോ. സാധാരണ ഹോസ്പിറ്റലൈസ് ഒക്കെ ചെയ്യപ്പെടുന്ന പേഷ്യൻസിന്റെ ഉപയോഗത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടേബിൾ ആണ് കേട്ടോ. ഈ ടേബിൾ എന്ന് പറയുമ്പോൾ തോന്നിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതല്ല, അതിന്റെ പർപ്പസ് ഉണ്ട്, അത് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ബെഡ് ടേബിൾ സെറ്റ് ഇൻഫ്രണ്ട് വിത്ത് എ പില്ലോ ഓൺ ഇറ്റ് the patients can incline forward and take rest. ഇതിപ്പോ പില്ലോ ഇല്ലാത്ത ടേബിളിന്റെ ചിത്രമാണ് കൊടുത്തത്. ഇത് കാർഡിയക് ടേബിൾ ആണ്. ഇതിന് ചിലതിൽ പില്ലോ ഉണ്ടാവും. അപ്പൊ പില്ലോ ഉള്ള ടേബിൾ ആകുമ്പോൾ പേഷ്യന്റിന് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഇങ്ങനെ ചെരിഞ്ഞൊക്കെ കിടക്കാൻ പറ്റും. ഓക്കെ, ചെരിഞ്ഞ് കിടക്കാനും മുന്നോട്ട് ഇങ്ങനെ ആയാനൊക്കെ ആയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടേബിൾ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. ടേബിൾ വിത്തൗട്ട് എ പില്ലോ ഈസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ആൻഡ് യൂസ്. ഇതിപ്പോ പില്ലോ ഇല്ലാത്ത ടേബിൾ ആണ്. അപ്പൊ പില്ലോ ഇല്ലാത്ത ടേബിൾ ആണെങ്കിൽ നമുക്കത് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പർപ്പസിന് റൈറ്റിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. പില്ലോ ഉള്ള ടേബിൾ ആകുമ്പോൾ അറിയാലോ, പേഷ്യൻസിന് കിടക്കാൻ അവർക്ക് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ആഞ്ഞ് കിടക്കാനും നമുക്ക് സാധിക്കുന്ന ഒരു ടേബിൾ ആണ് കേട്ടോ. ഇത് സാധാരണ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പേഷ്യൻസ് വിത്ത് കാർഡിയാക് കണ്ടീഷൻസ് ആൻഡ് ആസ്മ. അതുകൊണ്ടാണ് കാർഡിയാക് ടേബിൾ എന്ന് പേര് വരുന്നത് കേട്ടോ. ഈ കാർഡിയാക് കണ്ടീഷൻ, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്, ആസ്മ പേഷ്യൻസ്, അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഈ ശ്വാസം എടുക്കാനുള്ള അവർക്ക് ഇങ്ങനെ ഇൻക്ലൈൻ ചെയ്യുക, കുറച്ച് മുന്നോട്ട് ആയിട്ട് ഈ പറയുന്ന പോലെ അവർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ആങ്ങിയിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്, അങ്ങനെ കിടക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാർഡിയാക് ടേബിൾ ഉപയോഗിക്കുന്നത്. അപ്പൊ കാർഡിയാക് കണ്ടീഷൻസ്, ആസ്മ പേഷ്യൻസിനൊക്കെയാണ് പൊതുവായിട്ട് ഈ ഒരു ടേബിൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, പേരിൽ തന്നെ കാർഡിയാക് ടേബിൾ എന്നാണ് കേട്ടോ. അടുത്ത ആളാണ് EMG കേട്ടോ. എന്താണ് EMG? നമ്മൾ ECG പറഞ്ഞു, EEG പറഞ്ഞു, അതുപോലെ ഒരാളാണ് EMG അല്ലെ. EMG എന്താണെന്നറിയോ? ഇലക്ട്രോ മയോഗ്രഫി എന്നാണ് കേട്ടോ. ഇതാണ് ഇലക്ട്രോ മയോഗ്രഫി എന്നാണ്. മയോ എന്ന വാക്ക് നമ്മൾ ടെർമിനോളജിയിൽ പഠിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് മസിൽസ് ആണ് കേട്ടോ. മയോകാർഡിയം എന്നൊക്കെ നമ്മൾ പറയും. ഹൃദയത്തിന്റെ മസിലിനെയാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഹൃദയപേശിനെ നമ്മൾ മയോകാർഡിയം എന്ന് പറയാം. അപ്പൊ മയോ എന്ന വാക്ക് എന്താണ്? മസിലുമായിട്ട് കണക്റ്റഡ് ആണ്. EMGയുടെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോ മയോഗ്രഫി. എന്തായിരിക്കും? ECG പോലെ തന്നെ എന്തിന്റെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ആയിരിക്കും? മസിൽസിന്റെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ അല്ലെ. ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ECG, ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ EEG. ഇനി അതുപോലെ മസിൽസിന്റെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ മെഷർ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് EMG, ഇലക്ട്രോ മയോഗ്രഫി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് വായിക്കാം. ഇലക്ട്രോ മയോഗ്രഫി മസിൽ റെസ്പോൺസ് or electrical functions in response to a nerve stimulation of the muscle. അതായത് നമ്മുടെ പേശികൾ അല്ലെ, മസിലുകൾ നിയന്ത്രിക്കുന്ന നാഡീ പ്രവർത്തനങ്ങളുടെ ആരോഗ്യം, അതിന്റെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻസ് ഒക്കെ മെഷർ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് EMG ഡിവൈസ് കേട്ടോ. ഇലക്ട്രോ മയോഗ്രഫി മസിൽ, ഓക്കെ, അതുമായിട്ട് കണക്റ്റഡ് ആണ്. The test is used to help find the neuromuscular deformity in the course of the test. അപ്പൊ നമുക്ക് ഇതിലൂടെ ഈ പറയുന്ന മസിൽസിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ ന്യൂറോ സിസ്റ്റം ആണ് അല്ലെ. നമ്മുടെ പേശികളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ന്യൂറോ മസ്കുലാർ സിസ്റ്റം ആണ്. സോ ഇത്തരത്തിലെ ന്യൂറോ മസ്കുലാർ വൈദ്യുതി ഡിഫോർമാലിറ്റീസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും കേട്ടോ. ഇനി 1 or more small needles also called electrode. ഇവിടെ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഈ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഏകദേശം നീഡില് പോലെയാണ്, സൂചി പോലെ ഇരിക്കുന്ന ഇലക്ട്രോഡാണ്. മറ്റേ ECGയുടെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വലിപ്പമുള്ള ഇലക്ട്രോഡാണ്. പക്ഷെ അത്രയ്ക്ക് വലിപ്പം ഇതിന് വരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ മസിലുമായിട്ട് കണക്റ്റഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് ഒരു നീഡിലായിട്ട് സൂചി പോലെയുള്ള ഇലക്ട്രോഡുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ആ കണക്റ്റഡ് ത്രൂ ദ സ്കിൻ ഇൻ ടു ദ മസിൽ, നമ്മുടെ സ്കിന്നിലൂടെ മസിലിലോട്ട് കണക്ട് ചെയ്യുന്നത്. ചിത്രത്തിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതിന് വലിയ വീതിയുള്ള ഇലക്ട്രോഡ് അല്ല, ഒരു നീഡില് പോലെയുള്ള ഇലക്ട്രോഡുകളാണ്. അത് നമ്മുടെ സ്കിൻ വഴിയായിട്ട് മസിലുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഈ പറയുന്ന മസിൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ന്യൂറോ മസ്കുലാർ ഡിഫോർമാലിറ്റി മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മയോ എന്ന് കേട്ടോ നിങ്ങൾ ഓർക്കുക, മസിലുമായിട്ട് കണക്ട് ആണ് കേട്ടോ. EEG, ECG, EMG കേട്ടോ. ഇത് മൂന്നും കാണുന്നത് കേട്ടോ. അടുത്തതാണ് എയർവേ. ഓക്കെ, എന്താണ് എയർവേ ആണ് കേട്ടോ. എയർവേ എന്താണ്? എയർവേ എന്ന് പറയുന്ന പിക്ചർ നോക്കിക്കൊണ്ട് ഇതിനകത്ത് ഒരു സ്റ്റെതസ്കോപ്പ് വന്ന് കയറിയിട്ടുണ്ട്. ഇതാണ് എയർവേ എന്ന് പറയുന്നത് കേട്ടോ. It is a medical device called
എയർവേ ഓർ അഡ്ജന്റ്. പേര് പഠിച്ചു വെക്കുക കേട്ടോ. എയർവേനെ പറയുന്ന മറ്റൊരു പേരാണിത് അഡ്ജന്റ്. പറയാം അഡ്ജന്റ് കേട്ടോ. എയർവേ ഓർ അനദർ നെയിം എന്താണ്? അഡ്ജന്റ് എന്നും പറയുന്നു. അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ചിലപ്പോൾ അഡ്ജന്റ് എന്നാവും കാണാം. ഓക്കെ, എയർവേ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സസ്റ്റെയിൻ ഓർ ഓപ്പൺ എ പേഷ്യൻസ് എയർവേ. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പേഷ്യൻസിന്റെ ഈ പറയുന്ന ശ്വാസനാളം തുറന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? എയർവേ ഉപയോഗിക്കുന്നത്. അത് എപ്പോഴാണ് ഉപയോഗിക്കാന്നറിയോ? നമ്മൾ സാധാരണ സർജറി ഒക്കെ ചെയ്യില്ലേ? സർജിക്കൽ പ്രൊസീജിയറിന്റെ സമയത്ത് നമ്മൾ അനസ്തേഷ്യ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉടനടി തന്നെ നമ്മൾ എന്ത് ചെയ്യും? എയർവേ ഇറക്കും. നമ്മുടെ ത്രോട്ടിന്റെ അകത്ത് കൂടെ എയർവേ ഇറക്കിയിടും. എന്തിനാണെന്നറിയോ? ഈ സർജിക്കൽ പ്രൊസീജിയർ നടക്കുന്ന സമയത്ത് രോഗിക്ക് എന്ത് വരാൻ പാടില്ല? ശ്വാസ തടസ്സം വരാനായിട്ട് പാടില്ല. ഓക്കെ, ഇത് ഇറക്കും. അപ്പൊ നിങ്ങൾക്ക് അനസ്തേഷ്യ തരില്ല. അനസ്തേഷ്യ തരുന്ന ആൾ പെട്ടെന്ന് അവിടെ ബോധം അറിയുന്ന സമയത്ത് വരെ പെട്ടെന്ന് ഇതിനെ നമ്മുടെ വായുവിടെ കയറ്റുക. അത് നമുക്ക് പെട്ടെന്ന് അറിയില്ല. പക്ഷെ സർജിക്കൽ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് നമുക്ക് ബോധമൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മളിങ്ങനെ വെള്ളം നീരൊക്കെ ഇറക്കുമ്പോൾ ഇവിടെ ചെറിയൊരു വേദന പോലെ വരും. സംഭവം ഈ സാധനം ഇറക്കിയിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ സർജറി അല്ലെങ്കിൽ എന്താ പറയുന്ന ഭാഗമായിട്ട് ചെയ്യുന്നതാണ് എയർവേ അഡ്ജന്റ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എയർവേ എപ്പോഴും ഓപ്പൺ ആക്കിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് നമ്മുടെ സർജിക്കൽ പ്രൊസീജിയർ ഒക്കെ സമയത്ത് രോഗിക്ക് ശ്വാസ തടസ്സം വരരുത്. അതിന് വേണ്ടിയിട്ട് എയർവേ ഓൾവേസ് ഓപ്പൺ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് എയർവേ അല്ലെങ്കിൽ അഡ്ജന്റ് എന്ന് പറയുന്നത് കേട്ടോ. നോക്കാം. ഇറ്റ് ഡസ് ദിസ് ബൈ preventing the tanker from trapping the epiglottis, which could prevent the person from breathing. അവിടെ നിങ്ങൾക്ക് അറിയാത്ത ഒരാൾ കിടപ്പുണ്ട്. എപ്പിഗ്ലോട്ടിസ് എന്താണെന്നറിയോ? എപ്പിഗ്ലോട്ടിസ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസനാളവും നമ്മുടെ അന്നനാളവും ഉണ്ടല്ലോ, അത് രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് നമ്മുടെ ഈ ഒരു ത്രോട്ടിന്റെ ഇവിടെ നിന്നാണ് നമ്മുടെ ശ്വാസനാളവും, അതുപോലെ ശ്വാസനാളം എന്ന് പറയുമ്പോൾ മൂക്കും അതിനകത്ത് വിടും. പക്ഷെ ഈ ശ്വാസനാളവും അന്നനാളവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ത്രോട്ടിന്റെ ഭാഗത്ത് നിന്നാണ്. രണ്ടും ഒരേ സ്ഥലത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഭാഗത്തുള്ള ഒരു എന്താ തരുണാസ്ഥി നിർമ്മിതമായിട്ടുള്ളൊരു ഫ്ലാപ്പ് ലൈക്ക് സ്ട്രക്ചറാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഓക്കെ, എപ്പിഗ്ലോട്ടിസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, അത് ശ്വാസനാളത്തിലോട്ട് പോകാതെ അത് തടസ്സപ്പെടുത്തി വെക്കുന്നത് എപ്പിഗ്ലോട്ടിസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ശ്വാസനാളം അന്നനാളം ഒരേ സ്ഥലത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ചിലപ്പോ നമ്മൾ പറയില്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ സംസാരിച്ചൊന്ന് ഭക്ഷണം കഴിക്കരുത് പറയും. എന്താ? ചിലപ്പോ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്വാസനാളത്തിലോട്ട് കയറി പോകും ഫുഡ്. അപ്പൊ ഈ ഭക്ഷണം കുടുങ്ങിയിട്ടൊക്കെ പറയുന്ന പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോ നമ്മൾ കഴിക്കുന്ന എവിടേക്ക് തന്നെ പോകണം? അന്നനാളത്തിലോട്ട് തന്നെ പോകണം അല്ലെ? അത് ശ്വാസനാളത്തിലോട്ട് പോകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള തരുണാസ്ഥി നിർമ്മിതമായ സ്ട്രക്ചറാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. നമ്മുടെ ത്രോട്ടിന്റെ ഭാഗത്ത് കേട്ടോ, നമ്മുടെ നാവിന്റെ ബാക്കിൽ ത്രോട്ടിന്റെ ഭാഗത്തായിട്ടാണ് ഈ ഒരു ഭാഗം സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഇതെങ്ങനെ ഈ എയർവേ ഓപ്പൺ ആക്കി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡസ് ദിസ് ബൈ പ്രിവെന്റിംഗ് ദ ടങ്ക് ഫ്രം റാപ്പിംഗ് ദ എപ്പിഗ്ലോട്ടിസ്. കറക്റ്റ് ആണ് കേട്ടോ. അതായത് റാപ്പിംഗ് ദ ടങ്ക് നമ്മുടെ ടങ്ക് നമ്മുടെ നാവിന് വന്നിട്ട് ഈ എപ്പിഗ്ലോട്ടിസ് റാപ്പ് ചെയ്യുന്നതിന് പ്രിവെന്റ് ചെയ്യാണ്. അങ്ങനെ റാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരും. അപ്പൊ അങ്ങനെ പ്രിവെന്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? എയർവേ ഉപയോഗിക്കുന്നത്. അപ്പൊ എയർവേ ഇങ്ങനെ കടത്തി വിടുന്നത് ഇത്തരം സർജിക്കൽ പ്രൊസീജിയറിന്റെ ഒക്കെ ഭാഗമായിട്ടാണ്. അപ്പൊ നമുക്കൊരു മയക്കത്തിലായിരിക്കില്ല, അനസ്തേഷ്യയുടെ ഒക്കെ ഒരു മയക്കത്തിലായിരിക്കും. ആ സമയത്ത് ശ്വാസതടസ്സം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഭാഗം നാവിനെ പൊതിയുന്നതിൽ നിന്ന് തടയാണ്. അപ്പൊ പ്രിവെന്റ് ചെയ്തുകൊണ്ട് അങ്ങനെയാണ് എയർവേ പ്രവർത്തിക്കുന്നത് കേട്ടോ. ആ രീതിയിൽ എയർവേ ഓൾവേസ് ഓപ്പൺ ആക്കി വെക്കുന്നതിന് സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ. എത്രയേ ഉള്ളൂ കേട്ടോ. എയർവേ എന്താണ്? എയർവേ മറ്റൊരു പേര് അഡ്ജന്റ് എന്നാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സസ്റ്റെയിൻ ഓർ ഓപ്പൺ എ പേഷ്യന്റ് എയർവേ കേട്ടോ. ഒരു പേഷ്യന്റ് എയർവേ ഓപ്പൺ ആക്കി വെക്കുന്നതിനാണ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നത്. ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ദാറ്റ് ഇസ് PFT കേട്ടോ. PFT കേട്ടിട്ട് എന്തായിരിക്കും? പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ആണ് കേട്ടോ. പൾമണറി ഇതാണ് ശ്വാസകോശ ടെസ്റ്റുകൾ അല്ലെ. പ്രത്യേകിച്ച് നമുക്ക് ശ്വാസം മുട്ടൽ, ആസ്മ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് ചെന്നാൽ നമ്മൾ പൾമണോളജിയിൽ പോകുമ്പോൾ അവർ നടത്തുന്ന പരിശോധന PFT ടെസ്റ്റ് എന്നാണ് പറയുന്നത്. Pulmonary function test അഥവാ PFT ആണ് a collection of tests that measure how ably your lungs work. നമ്മുടെ ശ്വാസകോശം എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് PFT ടെസ്റ്റ് കേട്ടോ. പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് കണ്ടെയ്ൻസ് how well you are capable of breathing and how effective your lungs are able to bring oxygen to the rest of your body. അല്ലെ, നമ്മുടെ ശ്വാസകോശം അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ശ്വസിക്കാൻ പറ്റുന്നുണ്ട്,
അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിന് എത്രത്തോളം നല്ല രീതിയിൽ ഓക്സിജന് എന്ത് ചെയ്യുന്ന ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ലങ്സിന്റെ കേപ്പബിലിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് PFT ടെസ്റ്റ്, പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്നാണ് അറിയാം. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഒന്നുകൂടെ പറഞ്ഞിട്ടെ, യൂറോഫ്ലോമീറ്റർ ആണ് കേട്ടോ. ഇതാണ് യൂറോഫ്ലോമീറ്റർ. വരും. ഓക്കെ, യൂറോഫ്ലോമീറ്റർ കേട്ടോ. ആ പേരിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. യൂറോ എന്ന് പറയുന്നത് എന്താണ്? യൂറിനുമായിട്ട് നമ്മുടെ യൂറിനേഷൻ സമയത്ത്, മൂത്രം ഒഴിക്കുന്ന സമയത്ത് ആ യൂറിന്റെ ഒഴുക്ക്, ആ ഒഴുക്ക് എന്താണ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് യൂറോഫ്ലോമീറ്റർ. അത് നമുക്ക് അത്ര ഫെമിലിയർ ആയിരിക്കില്ല, പിക്ചർ നോക്കിക്കോട്ടോ. യൂറിനേഷൻ സമയത്ത് യൂറിന്റെ ആ ഒരു ഒഴുക്ക് ഫ്ലോ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് യൂറോഫ്ലോമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് വായിക്കാം. Euroflowmetry is a diagnostic test which is used to measure the flow of urine in the course of urination. അതായത് യൂറിനേഷൻ സമയത്ത് ആ യൂറിന്റെ ഫ്ലോ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് യൂറോഫ്ലോമീറ്ററി എന്ന് പറയുന്നത് കേട്ടോ. The speed of urine flow is calculated electronically and evaluate how well the urinary tract works. അപ്പൊ നമ്മുടെ യൂറിന്റെ ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് അത് ഇലക്ട്രോണിക്കലി കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുകയും നമ്മുടെ യൂറിനറി ട്രാക്ട് സിസ്റ്റം എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, യൂറോഫ്ലോമീറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ 26 പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് നെക്സ്റ്റ് ഏതെങ്കിലും അവറിലൊക്കെ ഞാൻ കയറി എടുത്ത് തരാം കേട്ടോ. ഓക്കെ, നമുക്കൊരു 43 ഉണ്ട് കേട്ടോ. ഇതെല്ലാം പഠിക്കാനുള്ളതാണ് സുഖൈന. ഇതിന് ഏതിന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ, ഇത് എളുപ്പമല്ലേ പഠിക്കാനായിട്ട്. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓഫീസിൽ കയറാനുള്ളതാണ്. ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാ സർജറിക്കും യൂസ് ചെയ്യില്ല, പൊതുവെ വലിയ കോംപ്ലിക്കേറ്റഡ് സർജറിക്കൊക്കെ ഉപയോഗിക്കും കേട്ടോ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറിക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ശ്വാസസംബന്ധങ്ങൾ സർജറി ചെയ്യുന്നതിന് മുമ്പായിട്ട് പേഷ്യൻസിന് കുറെ ടെസ്റ്റുകളൊക്കെ നടത്തും. അതായത് ശ്വാസസംബന്ധമായിട്ട് ബുദ്ധിമുട്ടുള്ള ചില പേഷ്യൻസ് അവർക്ക് നിർബന്ധമായിട്ടും നമ്മൾ എയർവേ ഉപയോഗിക്കും കേട്ടോ. ശ്വാസം മുട്ടലൊക്കെയുള്ള പേഷ്യൻസ് സർജറിക്ക് വിധേയമായി തന്നെ അവർക്ക് ശ്വാസം മുട്ടൽ വരാം, അങ്ങനെയുള്ള ചാൻസസ് ഉണ്ട്. അവർക്കൊക്കെ എയർവേ ഉപയോഗിക്കും. പിന്നെ വലിയ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളിലൊക്കെ എയർവേ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇതിന് കയറാൻ ടൈം ആയിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു.